പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, എല്ലാ യാത്രകള് എല്ലാ മനുഷ്യനും ആരംഭിക്കുന്ന ദിവസമാണ്. ഇപ്പോൾ ജീവിതത്തിന് വല്ലാത്ത തിരക്ക് കയറിയിട്ടുണ്ട്. എല്ലാവർക്കും വിദ്യാഭ്യാസ കാര്യങ്ങൾക്കാണ് തിരക്ക്. അതുപോലെ തന്നെ മഴയ്ക്ക് മുമ്പ് ചെയ്തു തീർക്കേണ്ട എമർജൻസി കാര്യങ്ങളുണ്ട്. വീട് പണിയുന്നവരുണ്ട്, പെയിൻ്റ് അടിക്കുന്നവരുണ്ട്, അതുപോലെ ഓരോ സാധനങ്ങൾ വരാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള എല്ലാവരുടെയും വർക്കുകളെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കാലവിളംബം വരുത്തുക എന്നുള്ള ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ളതല്ലെന്ന് പറഞ്ഞല്ലേ, ആ വചനം അനുസരിച്ചുകൊണ്ട് അടിയും പ്രാർത്ഥിക്കുന്ന ഈശോയെ. കർത്താവ്, എത്രയും വേഗം ഒരു വിഷയം നടക്കേണ്ട വിഷയങ്ങൾക്ക് ആവശ്യമായ അനുധാരികളെ നീ ഇപ്പോൾ ക്രമീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയെ. കർത്താവ്, വ്യക്തികളിൽ നിന്നുണ്ടാകുന്ന ബന്ധനങ്ങൾ, അവർ തരാതെ പിടിച്ചു വച്ചിരിക്കുന്ന പണം, തരാതെ പിടിച്ചു വച്ചിരിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ, തരാതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മളെ മനസ്സ് മടുപ്പിച്ചുകൊണ്ട് നമ്മളെ മാനസികമായി പീഡിപ്പിക്കുന്ന അവസ്ഥകൾ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ നീ ഈശോനാമത്തെ ആശ്രയിക്കപ്പെട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവെ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. നിൻ്റെ യാത്രയിൽ, ഇന്നത്തെ യാത്രയിൽ നിൻ്റെ വലത്തും ഇടത്തും, വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ സാന്നിധ്യവും സഹവാസവും സംരക്ഷണം ഉണ്ടാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. കാലാവസ്ഥകൾ പ്രതികൂലമായി വരുന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥകളിൽ നിൻ്റെ സ്ഥാവര ജംഗമ വസ്തുക്കൾ, നിൻ്റെ ജീവിതത്തിൻ്റെ പ്രതികൂലമായ കാലാവസ്ഥയിൽ കുടുങ്ങിക്കിടക്കുന്ന ജീവിതാവസ്ഥകൾ, അങ്ങനെയെല്ലാം കർത്താവ് ഏറ്റെടുക്കുകയും നിൻ്റെ ജീവിതം സമാധാനപൂർണ്ണമാക്കുകയും ചെയ്യട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ നിൻ്റെ തൊഴിലിനെ ഈശോ ആശീർവദിക്കട്ടെ.
എൻ്റെ കർത്താവിനുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ നിൻ്റെ ഉദ്യമകർത്ത ആശ്രയിക്കട്ടെ. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ നിൻ്റെ യാത്രകളെ കർത്താവ് ആശ്രയിക്കട്ടെ. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ നിൻ്റെ ലക്ഷ്യങ്ങളെ കർത്താവ് ആസ്വദിക്കട്ടെ. നിൻ്റെ യാത്ര, നിൻ്റെ മക്കളെക്കുറിച്ചുള്ള ആവലാതികൾ, മക്കൾക്ക് വേണ്ടിയുള്ള നിൻ്റെ ഒരുമ്പിട്ടിറങ്ങുന്ന അവസ്ഥകൾ, അതിൽ നിന്നുണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളും മാറുകയും നിൻ്റെ എല്ലാ ഉദ്യമങ്ങളും കർത്താവ് ശുഭമാക്കുകയും ചെയ്യട്ടെ. നിത്യപിതാവ് പുത്രനും പരിശുദ്ധാത്മാവിനേക്കും ആമേൻ. രോഗപീഠകൾ മനസ്സ് പതറിപ്പോകാതെ രോഗപീഠകൾ അതിജീവിച്ചുകൊണ്ട് നീ അതിനെല്ലാം മഹത്വത്തിന് വേണ്ടി കരയേറ്റാൻ കർത്താവ് നിന്നെ സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നലെ എന്തെങ്കിലും ഒന്ന് നെഗറ്റീവ് സംഭവിച്ചാൽ ഉടനെ എന്ത് പ്രാർത്ഥിക്കണമെന്നാണ് നമ്മൾ ഇന്നലെ കണ്ടത്. യോഹന്നാൻ 12:28 എന്താണ് ഈശോ എന്താ പ്രാർത്ഥിച്ചത്? പിതാവേ, ഞങ്ങളുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പം പെട്ടെന്ന് റെസ്പോണ്ടിങ് ആയി. എന്താണ്? ഇതാ ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും. അപ്പം ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടത് എന്താണ്? മഹത്വമാണ് ദൈവപൈതലിനെ. അതുകൊണ്ടാണ് ഈ മഹത്വം കിട്ടിയ ഒരു കാലത്ത് അതിനെക്കുറിച്ചൊരു ഓർമ്മ 10 വർഷം എപ്പോഴും സൂക്ഷിച്ചു വെക്കും. അത് ഞങ്ങൾ എല്ലാം മറന്നാലും 10 വർഷം ഒരു കാര്യം മറന്നില്ല. എന്താണ്? ഞങ്ങളും അവൻ്റെ കൂടെ മഹത്വത്തിൻ്റെ മറുരൂപം വരയിലുണ്ടായിരുന്നു. 2 പത്രോസിൻ്റെ 1:17 പിതാവായ ദൈവത്തിൽ നിന്ന് ബഹുമാനവും മഹത്വവും അവൻ സ്വീകരിച്ചു. അപ്പം ദൈവത്തിൽ നമ്മൾ സ്വീകരിക്കണ ബേസിക്കായിട്ട് എന്താണ്? ബഹുമാനവും മഹത്വമാണ്. അത് മറന്നു പോരുത്. ദൈവം നമ്മൾ ബഹുമാനിതനായിട്ടും മഹത്വമുള്ളവനായിട്ടും കാണാൻ വേണ്ടിയാണ് പലപ്പോഴും വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളെ ദൈവം കൊണ്ടുപോകുന്നത്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ. അതെന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വരം മഹിമ പ്രാഭവത്തിൽ നിന്ന് പിതാവിന്റെ മഹിമ പ്രാഭവത്തിൽ നിന്ന് അവന്റെ അടുത്ത് വരികയും ചെയ്തു. സ്വർഗത്തിൽ നിന്നുണ്ടായ ആ സ്വരം ഞങ്ങൾ കേട്ടു. എന്തെന്നാൽ ഞങ്ങളും അവന്റെ കൂടെ വിശുദ്ധ മലയിൽ ഉണ്ടായിരുന്നു. ഈ ഒരു ഒരു വല്ലാത്ത മലയാണിത്. ആകാശം ഇങ്ങനെ സ്വർഗം ഇങ്ങനെ തൊട്ട് ഒരുമി നിൽക്കുന്ന ഒരു മലയാണ്. ഞാൻ ആ മലയിൽ പോയതാണ്. എനിക്ക് ജീവിതത്തിൽ മറക്കാത്തൊരു അനുഭവമാണത്. കർത്താവിൻ്റെ മലയിൽ ഉച്ചിയിലൊരു പള്ളിയുണ്ട്, കർത്താവ് മഹത്വപ്പെട്ട സ്ഥലത്ത്. ഞാൻ അന്ന് മുതലൊക്കെ എപ്പോഴും ഈ മഹത്വത്തെക്കുറിച്ച് ഒത്തിരി ഞാൻ പറയുന്നുണ്ട്. എന്നുവെച്ചാൽ നമ്മൾക്ക് ദൈവത്തിൽ നിന്ന് ഇക്കാലത്തും വരാൻ പോകുന്ന കാലത്തും ആവശ്യമായത് എന്താണ്? അത് മഹത്വമാണ്. ഈശോയ്ക്കും ലഭിച്ചിരുന്ന മഹത്വമാണ്. നമ്മൾ അതിൻ്റെ സ്ഥാനത്ത് വേറെ ഒത്തിരി കാര്യങ്ങൾ ചോദിച്ചിട്ട് മഹത്വത്തെ നമ്മൾ മങ്ങലേൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ദൈവം നമ്മുടെ അറിവില്ലായ്മ കാരണം ദൈവം എപ്പോഴും അങ്ങനെ ക്യാഷ് ആൻഡ് കൈൻഡായിട്ട് നമ്മൾ ഇടപെട്ടിട്ട് ചെറിയ കാര്യങ്ങൾ തമ്പുരാനായിട്ട് അങ്ങനെ ജീവിക്കും. എപ്പോഴും നാം മനസ്സിലാക്കേണ്ടത് ഈ സാധാരണ മനുഷ്യന്മാരെന്ന് പറയണത് ഇപ്പം എന്തിനാണ് പ്രാർത്ഥിക്കണത്? എനിക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നല്ലേ പറയണത്. ചില പ്രാർത്ഥിക്കാത്ത പറയണത് നിങ്ങൾ പോയി പ്രാർത്ഥിക്കുക, എനിക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് പറയുക. എന്നുവെച്ചാൽ ഇവരെന്തോ കാര്യത്തിന് വേണ്ടിയാണ് ദൈവദൃശ്യനെ പ്രാർത്ഥിക്കണം എന്നാണ്. അതല്ല, ദൈവമായിട്ടുള്ള ബന്ധം നിത്യമായൊരു ബന്ധമായത് കൊണ്ട് തന്നെ മഹത്വം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ദൈവം തന്നെ ബുദ്ധി കൊണ്ട് ആലോചിക്കുകയോ പഠിക്കുകയോ നല്ല റാങ്ക് വാങ്ങിക്കുകയോ നമുക്ക് എന്ത് വേണമെങ്കിലും വലിയ വീട് വെക്കുകയോ വാഹനം മേടിക്കുകയൊക്കെ ചെയ്യാം. ഇത് വലിയ ആനക്കാര്യമല്ല. പക്ഷേ നമ്മുടെ ആത്മാവിനെ പുണ്യപൂർണ്ണമാക്കുകയും മഹത്വപ്പെടുത്തുകയും നിത്യതയോടും കർത്താവിൻ്റെ കൂടെ ജീവിക്കുകയും ചെയ്യുന്നത് ദൈവത്തിൽ നിന്ന് മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ എപ്പോഴും നീ കുറുക്കൻ്റെ കണ്ണ് എപ്പോഴും കൂട്ടിലായിരിക്കണം. എന്താണ്? ദൈവത്തിൽ നിന്ന് മാത്രം കിട്ടാവുന്ന കാര്യം എന്താണ്? മഹത്വമാണ്. അപ്പോൾ അത് എപ്പോഴും നീ മഹത്വം അന്വേഷിക്കണം. കാര്യം 6 ദിവസമല്ലേ ഇസ്രായേൽ ജനത്തിന് ദൈവം പ്രത്യക്ഷപ്പെടുന്നത്. ഇപ്പം നമ്മളെന്തുകൊണ്ടാണ് ഈ കാനായിലെ കല്യാണത്തിൽ നമ്മൾ 6 കൽപ്പനയൊക്കെ വെച്ചിരിക്കുന്നത്? എന്താണ്? അപ്പോൾ ദൈവം മഹത്വപ്പെടാൻ പോകുന്ന ആ മഹത്വത്തിൻ്റെ തന്നെ വേറെ രൂപമാണ് വെള്ളം. മേഘത്തിൻ്റെ വേറെ രൂപമല്ലേ വെള്ളം. മേഘത്തിൻ്റെ തന്നെ ദ്രാവക രൂപമാണ് വെള്ളം. അതാണ് കാനായിലെ കല്യാണത്തിലെ 6 കൽപ്പരണികളെ. ഇത് ഏതാണ്? 6 ദിവസം ദൈവം വെള്ളമായിട്ട് മേഘമായിട്ട്
മഹത്വത്തിൻ്റെ മലയിലുണ്ടായിരുന്നതാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ അതിനെ അനുസ്മരിക്കാൻ വേണ്ടിയാണ് പിതാവായ ദൈവത്തിൻ്റെ മഹത്വം ഏകജാതം സ്വീകരിക്കാനുള്ള സാധ്യത ഉണ്ടാക്കിയത്. എന്താണ്? മറിയമാണ് ശരിക്കും. അതാണ് മറിയത്തെ നമ്മൾ മഹത്വത്തിൻ്റെ മാധ്യസ്ഥ എന്ന് വിളിക്കുന്നത്. മറിയം ചില്ലറ പുള്ളിയല്ല, നമ്മൾ പറയുന്ന ആളൊന്നുമില്ല. പക്ഷേ മഹത്വത്തിൻ്റെ മാധ്യസ്ഥം. അന്ന് വരെ മോശത്തിൻ്റെ കാലത്ത് ഒരു മഹത്വത്തിന് മാധ്യസ്ഥം ഇല്ലായിരുന്നു. മറിയത്തിൻ്റെ കാലം വന്നപ്പോഴാണ് മഹത്വത്തിന് മാധ്യസ്ഥം വന്നത്. യോഹന്നാൻ 2:11. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അപ്പൊ ഇത് ഈ അത്ഭുതം മഹത്വം വെളിപ്പെടുത്തി. ഏത് മഹത്വമാണ് വെളിപ്പെട്ടിരിക്കുന്നത് അറിയാവോ? അത് പുറപ്പാട് 24:16 മഹത്വമാണ്. കർത്താവിന്റെ മഹത്വം സീനായി മലയിൽ ആവസിച്ചു. 6 ദിവസത്തേക്ക് ഒരു മേഘം മലയെ മൂടിയിരുന്നു. 7-ാം ദിവസം മേഘത്തിൽ നിന്ന് കർത്താവ് മോശയെ വിളിച്ചു. മഹത്വത്തിന്റെ 6 ദിവസങ്ങൾ ഒടുവിലാണ് ദൈവം മഹത്വം വെളിപ്പെടുത്തുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ദൈവത്തോട് കർത്താവെ എന്നെ മഹത്വപ്പെടുത്താമെന്നല്ല, കർത്താവെ ഈശോ പ്രാർത്ഥന നിൻ്റെ നാമത്തെ, ഈശോയുടെ ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് പിതാവേ നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. എന്ത് സംഭവിച്ചാലും അങ്ങനെ പ്രാർത്ഥിക്കാവും. യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥന അതാണ്. സ്വർഗസ്ഥനായ പിതാവിനേക്കാൾ പവർഫുള്ളാണത്. എന്താണ്? പിതാവേ നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അത് അതാത് ദിവസത്തെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള റെസ്പോണ്ടിങ് ആണ്. എന്താണ് വായിച്ചത്? യോഹന്നാൻ 12:28. പിതാവേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി, ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും. ഇത് തന്നെയാണ് നമ്മളുടെ സ്വർഗസ്ഥനായ പിതാവ്, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. മത്തായി 6:9. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അത് തന്നെ സംഭവം. ഇപ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമെന്ന് തന്നെയാണ്. അഥവാ സ്വർഗസ്ഥനായ പിതാവ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് സ്തുതിപ്പൊക്കെ ആയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. സ്തുതിപ്പിൻ്റെ പ്രാർത്ഥനയാണ്, യാചനാ പ്രാർത്ഥന എന്നൊക്കെ. അതൊന്നും അല്ല സംഭവം. ദൈവഹിതത്തിന് നമ്മളെ തന്നെ അങ്ങ് സമ്മിസ്യമാക്കണതാണ്. അതുവഴിയാണ് ദൈവനാമം മഹത്വപ്പെടുന്നത്. അപ്പോൾ ദൈവത്തെ നാമം മഹത്വപ്പെടുത്താൻ നമുക്കൊരു അവസരം കിട്ടിയിരിക്കുന്നത് നമ്മൾ സബ്മിസീവായിട്ട് ഉപയോഗിക്കണം. അതതിൻ്റെ അർത്ഥം. ഈ കഥ ഇവിടെ വെച്ച് തീരണില്ല. 2:30 മണിയായി 3:30 മണിയായി ഫസ്റ്റ്. ഇത് 16 വള്ളങ്ങളുണ്ട്. 4 വെച്ച് 4 ട്രാക്ക്. ഇത്രയും ട്രാക്കിൽ എത്ര ഹിറ്റ്സ് ഉണ്ട്? വൈകുന്നേരം 5:30 സംഭവം തീരണത്. അപ്പോഴും ഈ ഒന്നാമത് കിട്ടിയ 4 വള്ളങ്ങൾ അവസാനം ഒരുമിച്ച് മത്സരിക്കും. അപ്പോഴും ഞാൻ ഇതേ പരിപാടി തന്നെ ചെയ്തു. എന്നിട്ട് ആ ഒന്നാമത് മത്സരിച്ച് അതായത് 1-ാം സ്ഥാനത്ത് വന്ന 4 വള്ളങ്ങളിൽ 1-ാം സ്ഥാനത്തായിട്ടാണ് അവസാനം കല്ലുപ്പറമ്പ് ഫിനിഷ് ചെയ്യണത്. അതെല്ലാം വിശ്വാസത്തിൻ്റെ എന്നൊക്കെ ഓർക്കണം. റിബേറ്റ് വെച്ച വള്ളമാണ്. റിബേറ്റ് വെക്കണ മുമ്പ് തന്നെ അത് ഒറ്റ വള്ളമാണ് ഈ സംഭവം. ഈ തോൽവി എന്ന് പറഞ്ഞ സംഭവം അതാണ് ഈ കത്തിരിക്കുട്ടി പറയുമ്പോൾ ഈ തെരസിക്കുട്ടി പറയുമ്പോൾ എനിക്ക് മനസ്സിലാകും. അമ്മ എൻ്റെ പൊന്നമ്മ തോറ്റമ്മ എന്ന് പറയും നീ വാ എനിക്ക് പ്രാർത്ഥന ചെയ്യിപ്പിക്കാമെന്ന് പറയും. എല്ലാ പിള്ളേരും വന്ന് ഇവിടെ പറയത്തില്ലേ, അച്ഛാ 5 എഴുതി, അച്ഛാ 10 എഴുതി എന്ന് പറയും. സാറ് എഴുതി നമ്മൾ കള്ളിട്ട് അടിക്കും. എന്താ കാര്യം? ഇനി നിന്നെക്കൊണ്ട് പറ്റത്തില്ല, പറ്റിക്കണ ആൾ നിൻ്റെ കൂടെ വരുമെന്നതിൻ്റെ അർത്ഥം. ഇനി നീ എഴുതിയാൽ ശരിയാകത്തില്ല, നീ അതിനെ വിഷമിക്കണ്ട, ഇതൊക്കെ ശരിയാക്കേണ്ട ഒരാളുണ്ട്. അപ്പോൾ തെരസിക്കുട്ടിയുടെ മകൻ ജയിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവന് കല്യാണപ്രായം കഴിഞ്ഞായിരുന്നു. 10-27 വയസ്സായി. അപ്പോൾ തെരസിക്കുട്ടി പറഞ്ഞ അപ്പനാ മരിച്ച കുഞ്ഞുനാളിലെ ഇപ്പോൾ ഇവിടെ ഉത്തരവാദിത്തമാണ് മകനെ കല്യാണം കഴിപ്പിക്കുക. അപ്പോൾ തെരസിക്കുട്ടി കർത്താവിനോട് പറയും, എൻ്റെ മകന് പെണ്ണ് വേണമല്ല. ഇതാണ് സംഭവം. ഇത് ബന്ധമാണ്, ഇതാണ് ബയോളജിക്കൽ റിലേഷൻ. എൻ്റെ മകന് പെണ്ണ് വേണമല്ല എന്ന് പറയും. അതാരോട് പറയാം? പറയേണ്ട പറ്റി പറയണം. ഈ മകനെ തന്നാളില്ലേ അവരോടല്ലേ ആദ്യം പറയേണ്ടത്, അല്ല നാട്ടുകാരോട് നടന്നാണ് പറയേണ്ടത്. എൻ്റെ മകന് പെണ്ണ് വേണമല്ല എന്ന് പറഞ്ഞാൽ ആരോടാണ് പറയേണ്ടത്? ആ മകനെ തന്നാളിൻ്റെ അടുത്ത് പറയണം. അപ്പോൾ അമ്മയും മകനും കൂടി ഒരു ബാംഗ്ലൂരിൽ ഒരു കാറ്ററിങ്ങിന് പോകും. കാറ്ററിങ്ങിന് പോകുന്ന സമയത്ത് അതൊരു ഈ പട്ടാളക്കാരുടെ പ്രോഗ്രാമാണ്. നാവികസേന, അതുപോലെ തന്നെ വേറെ ഈ കരസേന, പിന്നെ എയർഫോഴ്സ് എല്ലാവരും കൂടി ഒരു സമ്മേളനമാണ്. അപ്പോൾ അവിടെ കാറ്ററിങ് കൊടുക്കുന്നതിൻ്റെ HR ഉണ്ട്. HR ഭക്ഷണങ്ങളെല്ലാം ആൾക്കാർ വിളമ്പി കഴിഞ്ഞപ്പോൾ HR വന്നിട്ട് സ്റ്റേജിൽ വെച്ച് പറയും, അത് ലേഡിയാണ് അവർ പറയും, ഈ ഭക്ഷണത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണമെന്ന് പറയും.
ഈ ഭക്ഷണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണമെന്ന് പറഞ്ഞിട്ട് അവരുടെ പേരും ഫോൺ നമ്പറും എഴുതിയിടും. ഉടനെ അവളുടെ പേരും ഫോൺ നമ്പറും കുറിച്ചിട്ട് വീട്ടിൽ വന്ന് വെച്ചും പറയും, വിളിക്കും, എന്നെ കല്യാണം കഴിക്കാൻ തയ്യാറാണെന്ന് ചോദിക്കും. കാര്യം മനസ്സിലായില്ലേ? ഒരു സാധനം പണം നിങ്ങൾ കേൾക്കുമ്പോൾ അവർക്ക് ഇതെന്ത് കോമഡിയാണെന്ന്. കോമഡി തന്നെ, പക്ഷേ ആ വിഷയം പണം എന്താണ്? അവൾ പറഞ്ഞിട്ട് റെഡിയാണെന്ന് പറയും. അവളവിടെ എഴുതിയിട്ടിരിക്കണ എന്താ? ബോർഡ് എഴുതിയിട്ടിരിക്കണ എന്താണ്? നിങ്ങളുടെ ഈ ഭക്ഷണത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ HR എന്നെ അറിയിക്കണം. ഫോൺ നമ്പറും പേരും എഴുതും. അവൻ ആ പേരും ഫോൺ നമ്പറോട് കുറിച്ചിട്ട് വീട്ടിൽ വന്ന് വെച്ചും ആ ഫോൺ നമ്പർ വിളിച്ചിട്ട് പറയും, ഞാൻ എൻ്റെ ബയോഡേറ്റ ഇതാണ്, നിങ്ങളെ അൺമാരീഡ് അല്ലെങ്കിൽ നിങ്ങളെ മാരേജ് ചെയ്യാൻ എനിക്കിഷ്ടമാണ്, നിങ്ങൾക്ക് ഇഷ്ടമാണോ അല്ലെന്ന് പറയണമെന്ന് പറയും. ഉടനെ അവൾ ബയോഡേറ്റ നോക്കി ഞാൻ പറയും, എനിക്കിഷ്ടമാണ്, കുഴപ്പമില്ലെന്ന് പറയും. അപ്പോൾ അമ്മ പറയണം, അമ്മായിമ്മ ഈ ത്രേസ്യക്കുട്ടി, എൻ്റെ മകൻ്റെ കല്യാണപ്രായമായി, അവനെ കെട്ടിക്കേണ്ട ഈശോ എന്ന് ചോദിക്കുമ്പോൾ അതിന് റെഡിയാണ് അതിന് മറുപടി പറയാം ഈശോ. അതാണ് ജൈവബന്ധം എന്ന് പറയുന്നത്. ഉടമ്പടി എങ്ങോട്ട് പോകണം എന്നൊക്കെ ഒരു പിടിയില്ല. അത്രയ്ക്ക് ഇടിവെട്ട് പോകാൻ പോണത്. എല്ലാം നിനക്ക് തുറന്ന്, എല്ലാം നിനക്ക് ആരോടും പറയാനേക്കാൾ സ്വകാര്യമായിട്ടും സുരക്ഷിതമായിട്ടും നിനക്ക് സംസാരിക്കാൻ വേണ്ടി നിന്റെ ദൈവം നിന്റെ കൂടെ. കൈയടിക്കട്ടെ ശ്രുതികളല്ലേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഈ കല്യാണത്തെക്കുറിച്ച് ത്രേസ്യക്കുട്ടി എന്താ പറഞ്ഞെന്നറിയാവോ? എനിക്ക് കിട്ടിയ മരുമകളില്ലേ, മാതാവിൻ്റെ സ്വന്തം ആളാണെന്ന്. മാതാവിനോടുള്ള ആഴമായ വിശ്വാസത്തിലുള്ള സ്ത്രീയെ തന്നെയാണ് ഈ ഒരു പ്രത്യേക എന്ന് വെച്ചാൽ എൻ്റെ ദൈവം ഈ സാക്ഷിയൊക്കെ നിങ്ങൾക്ക് എന്ത് തോന്നണമെന്ന് നോക്കിയേ. നിങ്ങളുടെ എല്ലാ വിഷയത്തിനും ദൈവത്തിൻ്റെ മുമ്പിൽ മറുപടിയുണ്ട്. എന്ത് ചോദിച്ചാലും അതിൻ്റെ തക്ക സ്യൂട്ടബിളായിട്ടുള്ള പേഴ്സൺ, സ്യൂട്ടബിളായിട്ടുള്ള ഉത്തരം ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് എന്താ കുഴപ്പം? നിങ്ങൾക്ക് ഈ ഒക്കട്ടെ എന്നുള്ള രീതിയിൽ ഉടമ്പടി ഉഴപ്പണം കൊണ്ടാണ് സംഭവിക്കുന്നത്. ഉടമ്പടി എന്ന് പറയണത് വേണേ മറച്ചു വെക്കാം, വേണേ നമുക്ക് കൽപ്പിക്കപ്പെടുകയൊക്കെ ചെയ്യാം. പക്ഷേ ഉടമ്പടി ക്രാക്ക് ചെയ്യണത് വിശേഷവിദ്യയായി ചെയ്യുമ്പോഴാണ്. വിശേഷവിദ്യയായി ചെയ്യുമ്പോഴാണ് ഈ കോൾ ടു ഇൻറ്റിമസി വരണത്. ദൈവത്തിൻ്റെ ഇൻറ്റിമസിയിലേക്ക് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കണം എന്നൊക്കെ ഞങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. ആ ചുമ്മാ പുസ്തകത്തിൽ എഴുതുന്ന പുസ്തകം എഴുത്ത് തൊഴിലാളികൾ, ഞാനും പുസ്തകം എഴുതുന്ന ആളാണ്. എഴുതുന്ന ആൾക്ക് വേറെ ഒരു ലോകമാണത്. എഴുതുന്നതല്ല പ്രശ്നം, ജീവിക്കുന്ന വേറെ വിഷയമാണത്. നിങ്ങൾ എന്ത് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻറ്റിമസി എന്ന് പറയുന്ന സംഭവം, അതായത് ആത്മബന്ധം എന്ന് പറയണത്, ആ ബന്ധം നമ്മൾ പറഞ്ഞ ആത്മബന്ധം ഉണ്ടാക്കാൻ പറ്റത്തില്ല. യേശു കർത്താവാണെന്ന് പറയുന്നതിന് മുമ്പ് ദൈവം അവനെ മരിച്ചതെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. തെസിക്കുട്ടി വേറൊരു പരിപാടി ചെയ്യും. തെസിക്കുട്ടി കർത്താവിനെ പറയും, മകൻ്റെ കല്യാണമൊക്കെ വന്നിട്ടുണ്ട്, വീടൊക്കെ കുളമായി കിടക്കണമെന്ന് പറയും. മകൻ്റെ കല്യാണം സെറ്റായി, പക്ഷേ വീട് പോക്കുക, പഴയ വീടാണ്, മതിലും കെട്ടിയിട്ടില്ല. അപ്പോൾ മതിൽ കെട്ടാൻ വേണ്ടി ലോൺ അനുവദിച്ച് കിട്ടും. ലോൺ അനുവദിച്ച് കെട്ടി മോളി വരും, ഫ്രണ്ടിൽ വരുമ്പോഴുണ്ട് നാട്ടുകാരെല്ലാം കൂടി തെസിക്കുട്ടി വടി വളക്കേണ്ടി വരും. എന്താണ്? അതിർത്തി തർക്കമാണ്. ഫ്രണ്ടിൽ കെട്ടിക്കത്തില്ല. ഫ്രണ്ടിൽ കെട്ടിക്കാത്ത പുള്ളിക്കാരത്തിൽ കുലുങ്ങിയില്ല. ആൾക്കാരെല്ലാം കൂടി 21 പേർ കൂടി ചെയ്ത് മാസ് പെറ്റീഷൻ എഴുതിക്കൊണ്ട് പഞ്ചായത്തിന് മുനിസിപ്പാലിറ്റി കൊടുത്ത് തെസിക്കുട്ടി ആ പെറ്റീഷൻ കൊണ്ട് ആൾക്കാർ പോയി. എന്താ ചെയ്ത്? ഇവർ ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയി അവിടെ മുഴുവനും വിശ്വാസപ്രമാണം ചെയ്ത് തളിച്ച് അതിർത്തെ. ഇവിടെ ഉപ്പ് തളിച്ചുള്ള ഗുണം എന്താ? ഇനി എനിക്ക് ഭർത്താവ് മരിച്ച ആളാണ്, എൻ്റെ ഒരു ആമകനാണ് ഉള്ളത്, അവനെ കൊണ്ട് കൊല കൊടുക്കാൻ എനിക്ക് കഴിയില്ല. ഉടമ്പടി കാശ് ഒരു വാനം പെട്ടി അളന്നു കൊടുത്തിട്ട് ഇഞ്ചെന്ന് പറയണത് ഉടമ്പടിയിൽ ഒന്ന്. അതായത് നിങ്ങൾക്ക് ഉടമ്പടി ഏതെങ്കിലും വിധത്തിൽ ക്രാക്കാകുന്നില്ലെങ്കിൽ അത് എക്സിക്യൂഷൻ്റെ പ്രശ്നമാണ്. നിങ്ങളത് പ്രയോഗിച്ചിരിക്കുന്ന രീതി വന്നിരിക്കുന്നതാണോ? നിങ്ങൾക്ക് ഒന്നാമതിൽ ഇതിനെക്കുറിച്ച് അറിയത്തില്ല. ആ ക്ലാസ്സൊക്കെ എടുത്തപ്പോൾ അവിടെ നിന്ന് ഉറക്കം തൂങ്ങി പാർട്ടിയാണെങ്കിൽ കുഴപ്പമുണ്ടാക്കിയിരിക്കണം. ഉടമ്പടിക്ക് ബാധ്യതയെ മാറിയിരിക്കുന്നത് ആ മോളിൽ ക്ലാസ് എടുത്ത സമയത്ത് ഉറങ്ങിയ ആൾക്കാരും ഉടമ്പടി ധ്യാനം അപ്ഡേറ്റ് ആയിട്ട് കൂടാത്ത ആൾക്കാരുമാണ് ഉടമ്പടിക്ക് ബാധ്യത. ഉടമ്പടി വൃത്തിമേനമായിട്ട് ചെയ്തിരിക്കുന്നവരെ, വിശേഷവിധിയായി ഉടമ്പടി ചെയ്യുന്നവരെ, ഉടമ്പടിയായിട്ട് ജീവിക്കുന്നവരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ എംപവറാണ്. അവർക്ക് എല്ലാ കാര്യങ്ങളും അവരുടെ ദൈവം അവരുടെ ഇവർക്ക് എന്തെല്ലാം വിഷയങ്ങളാണ് ഉണ്ടാകണമെന്ന് ചോദിക്കുക. ആ വിഷയങ്ങളെല്ലാം അവർ നിർവഹിക്കുന്ന രീതികൾ കണ്ടില്ലേ? അത് അവർ ചെയ്യേണ്ട കാര്യം അവർ ചെയ്യും, അല്ലെങ്കിൽ ദൈവം ചെയ്യേണ്ട കാര്യം ദൈവം നേരിട്ട് ചെയ്യും. ഉപ്പൊക്കെ നമുക്ക് എല്ലാവരും കൊണ്ട് ഉപ്പൊക്കെ ഇടുന്നുണ്ട്, അത് കഥയൊന്നുമില്ല. നിങ്ങൾക്ക് ബന്ധമില്ലാത്തതിന് ഉപ്പിടാനൊന്നും പോകരുത്. ബന്ധമാണ് ഇതിനൊക്കെ എല്ലാം പ്രശ്നം. ദൈവമായിട്ട് വിശ്വാസം നമുക്ക് പ്രാർത്ഥിക്കാം,
വിശ്വാസം പ്രഖ്യാപിക്കാം, വിശ്വാസം പ്രയോഗിക്കാം. ആ വിശ്വാസം പ്രയോഗിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഉടമ്പടിയിലെ ദൈവത്തെ സ്നേഹിച്ച്, ദൈവത്തിന് വേണ്ടി ജീവിച്ച്, ദൈവത്തിൻ്റെ വചനങ്ങൾ പ്രഖ്യാപിച്ച്, ദൈവത്തിൻ്റെ വചനങ്ങൾ ആൾക്കാർ പങ്കിട്ട് കൊടുത്ത് ആൾക്കാർക്ക് പ്രചരിപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഗ്രീൻ ചാനലിലേക്ക് വരണം. എന്നാൽ പിന്നെ എല്ലാം വർക്കൗട്ട് ചെയ്യും. ഞാൻ ഉടമ്പടി പുതുക്കണമെന്ന് നിങ്ങളോട് പറയുമ്പോഴേ, ഉടമ്പടിയുടെ പ്രാരംഭകാലത്ത് എവിടെയെങ്കിലും ഒരു അറിവില്ലായ്മ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പുതുക്കാൻ വേണ്ടിയാണ് പറയണത്. അത് പുതുക്കിയിട്ട് നിങ്ങൾ ഉടമ്പടിയുടെ പുതിയ എവിടെയാണ് മിസ്റ്റേക്ക് സംഭവിച്ചിരിക്കുന്നത് അത് തെറ്റ് തിരുത്തിയിട്ട് മുമ്പത്തേക്കാൾ സ്നേഹത്തോടെ, മുമ്പത്തേക്കാൾ വിശ്വാസത്തോടെ, മുമ്പത്തേക്കാൾ പ്രത്യാശയോടെ ദൈവവുമായിട്ടുള്ള ആഴമായ ആത്മബന്ധത്തിലേക്ക് നിങ്ങൾ ഉടമ്പടി പുതുക്കാനാണ് പറയുന്നത്. അല്ലാതെ അവിടെ കൊണ്ട് കുറിപ്പിച്ച് 10 മണിച്ചിട്ട് പോണ ഏർപ്പാടല്ല. സാക്ഷ്യം പറയാൻ പോലും നിൽക്കണില്ലല്ലോ ആൾക്കാർ. സാക്ഷ്യമുണ്ട്. അവിടുത്തെ ആൾക്കാർ ചോദിക്കുമ്പോൾ, മോളിൽ ഇരുന്ന് ചോദിക്കുമ്പോൾ സാക്ഷ്യമില്ല. സാക്ഷ്യമുണ്ട്, പക്ഷേ നിൽക്കാൻ അറിയില്ലെന്ന്. ദൈവത്തിന് അറിയാവില്ല. നിങ്ങൾക്ക് അവസരം തന്നിട്ട് നിങ്ങൾക്ക് ഉള്ളുകൊണ്ട് സാക്ഷ്യം പറയാൻ വേണ്ടി ആൾക്കാരോട് ഇടിച്ചു നിൽക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിച്ചാൽ അവർക്ക് സാക്ഷ്യം പറയാനുള്ള അഭിഷേകമുണ്ട്. അവർക്ക് ചെറുതാണെങ്കിൽ എൻ്റെ കർത്താവിനെക്കുറിച്ച് പറയണമെന്ന് ആഗ്രഹമുണ്ട്. ആ ദൈവസ്നേഹമാണ്. ദൈവസ്നേഹം ഇല്ലാത്തവർ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവരോട് സാക്ഷ്യം പറയാൻ പോകുമ്പോൾ വണ്ടിക്കാർ വിളിക്കണം എന്ന് പറയും. എന്താ കാര്യം? ദൈവത്തിനെ പറ്റിച്ചു പോവുകയാണ്. എന്താ കാര്യം? അവന് ദൈവം അനുഗ്രഹിച്ചതാണ്, അവളെ ദൈവം അനുഗ്രഹിച്ചതാണ്. അവൾക്ക് ദൈവത്തെക്കാൾ പ്രാധാന്യം, സാക്ഷ്യം ദൈവത്തിൽ പരിവർത്തന പ്രാധാന്യം വേറെ ആരോ ആണ്, വേറെ എന്തോ ആണ്. എന്നാൽ എനിക്കൊന്നും പറയാനില്ല. പറയാനുള്ളവർ പറയേണ്ട സമയത്ത് കർത്താവ് പറയേണ്ട പോലെ പറഞ്ഞോളൂ. പ്രൈസ് ദി ലോർഡ്. ശ്രുതികട്ടെ. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനത്തിലൂടെ നമ്മൾ കേട്ടത് കർത്താവിൻ്റെ താലന്തുകൾ വ്യക്തിബന്ധി എന്നതിനേക്കാൾ ഉപരി അത് മോർ റീസണബിളായി വരുന്നത് വിഷയബന്ധിയാകുമ്പോഴാണ്. കർത്താവ് ഒരു വ്യക്തിക്ക് തന്നെ ചില കാര്യങ്ങൾക്ക് 5, ചില കാര്യങ്ങൾക്ക് 2, ചില കാര്യങ്ങൾക്ക് 1 താലന്തുമാണ് കൊടുക്കുന്നത്. ത്രേസ്യക്കുട്ടിക്ക് 1 താലന്തുള്ളത് 2 മേഖലയിലാണ്. ഒന്ന്, അവരുടെ പിഞ്ചു കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ അവിടെ ഭർത്താവ് മരിച്ചു. കുടുംബജീവിതത്തിൽ അവർക്ക് 1 താലന്തേ ഉള്ളൂ. അവർ മണ്ണിപ്പൂത്തി വെച്ചില്ല. ഇതിൻ്റെ ദുർവിധിയാണെന്നും പറഞ്ഞുകൊണ്ട് ആ കിട്ടിയ കുഞ്ഞുങ്ങളെ വളർത്തി ദൈവത്തിൽ ആശ്രയിച്ച് അവളത് 1 10 എടുക്കണ കാണാം. നമ്മൾ വിശ്വാസമുള്ളൊരു മകനെ സൃഷ്ടിച്ചുകൊണ്ട്, വിശ്വാസമുള്ള മകൻ കൂടി ത്രേസ്യക്കൂടെ കൂടെ നിന്നുകൊണ്ട് സാക്ഷ്യം പറയുന്നത് കേൾക്കാൻ മനോഹരമാണ്. പക്ഷെ അത് 1 താലന്തായിരുന്നു. ത്രേസ്യക്കൂടി വളർത്തിയെടുത്ത 10 താലന്താണത്. ആ 1 താലന്തിൻ്റെ കഥ പറയുമ്പോൾ കർത്താവിനെ കൂടി ചേർത്തുകൊണ്ട് വലതുവശത്തൊരു 0 ചേർത്ത് അത് 10 എടുക്കാനാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. ഭർത്താവ് മരിച്ചെങ്കിൽ അത് തളർന്നില്ല. 1 താലന്ത് പിന്നെ ഉള്ള ആരോഗ്യ മേഖലയിലാണ് ത്രേസ്യക്കുട്ടിക്ക്. കാര്യം മൂത്രത്തിലൂടെ അൽബുമിൻ, ആ പ്രോട്ടീൻ ലീക്ക് ചെയ്തിട്ട് മൂത്രത്തിൽ പതയാണ്. അത് കിഡ്നി കംപ്ലൈൻ്റാണ്. അപ്പോൾ ആരോഗ്യ മേഖലയിൽ 1 താലന്തേ ഉള്ളു. ഈ 1 താലന്തിനെ 10 എടുക്കുന്നത് ത്രേസ്യക്കുട്ടി ഉടമ്പടി ചെയ്തുകൊണ്ടാണ്. ഉടമ്പടി ചെയ്തിട്ട് ഈ കിഡ്നിയുടെ അസുഖം എന്നെ കാണിക്കുമ്പോൾ, അവിടെ ഓഫീസിൽ കാണിക്കുമ്പോൾ ചീട്ട് കിട്ടുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ത്രേസ്യക്കുട്ടി തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ കയ്യിരിക്കുന്ന സൈത്തിൽ ത്രേസ്യക്കുട്ടി കൈ മുക്കിയിട്ട് ബാത്റൂമിൽ പോയിട്ട് അത് വയറിൽ പെരട്ടിക്കൊള്ളാൻ പറയും. അന്ന് രാത്രി പദം നിൽക്കും. അന്ന് രാത്രി കിഡ്നി സുഖപ്പെടും. 15 കൊല്ലമായിട്ടുള്ള കിഡ്നിയുടെ പ്രോട്ടീൻ പോണതാണ് ഒറ്റ ഉടമ്പടി കൊണ്ട് കർത്താവ്. അതായത് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആ 1 താലന്ത് എനിക്ക് കിഡ്നി രോഗമാണ്, എനിക്ക് ഭർത്താവില്ല, എനിക്ക് കിഡ്നി രോഗമാണെന്ന് പറഞ്ഞ് ഇങ്ങനെ അളിഞ്ഞ മോന്തമായിട്ട് വീട്ടിൽ ഇരിക്കുകയല്ല. എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, നിങ്ങൾ ഞാൻ എങ്ങനെ വളർത്തിയത് ദൈവത്തിന് പോലും അറിയാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞിട്ട് സ്വയം പഠിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയല്ല. ആ 1 താലന്തുള്ളതെല്ലാം ഇവൾ 10 എടുക്കും. അതാണ് ഉടമ്പടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഉള്ള എല്ലാ പ്രശ്നങ്ങൾക്കും വിശ്വാസം പ്രാർത്ഥനയാക്കി, വിശ്വാസം പ്രഖ്യാപിച്ചു, വിശ്വാസം പ്രയോഗമാക്കും. അതാണ് ഉപ്പ് കാശിരുവൊക്കെ വിശ്വാസം പ്രയോഗമാക്കലാണ്. പക്ഷെ പ്രയോഗമാക്കുന്നതിന് മുമ്പ് നിങ്ങളത് പ്രാർത്ഥനയും പ്രഖ്യാപനവും ആക്കണം. പ്രഖ്യാപനം വിശ്വാസം ഈ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയിലൂടെയാണ് നമ്മൾ പിന്നെ കൗദാസിക ജീവിതത്തിലൂടെയാണ് വിശ്വാസം പ്രാർത്ഥനയാക്കി മാറ്റുന്നത്. വിശ്വാസം പ്രഖ്യാപനമാക്കുന്നതിനാണ് നിങ്ങൾ രോഗികളെ പോയി കാണുന്നതും പത്രങ്ങൾ നിങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ മറ്റുള്ളവരെ അറിയാത്തവരെ അറിയിക്കുന്നത്. വിശ്വാസം പ്രയോഗിക്കുന്നതാണ് ഉടമ്പടി തൈലവും ഉടമ്പടി കാശുരൂപവും ഉടമ്പടി ഉപ്പവും. അപ്പോൾ ഇതെല്ലാം വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കണം. എന്നിട്ട് ഇതിലൂടെയെല്ലാം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ക്രിസ്തുവുമായിട്ട് നിങ്ങളെ ഒരു ആത്മബന്ധം ഉണ്ടാക്കുകയാണ്. ഇത് പരസ്യമായ മേഖലയിലാണ് ഇത് വർക്ക് ചെയ്യാൻ നല്ലത്.
അപ്പം അത് മറ്റു മനുഷ്യരുണ്ടാകണം. മനുഷ്യരുടെ മുമ്പിൽ ഏറ്റു പറഞ്ഞാൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും നിങ്ങളെ, അപ്പോൾ എന്ന് വെച്ചാൽ നിത്യത വരെ ഏറ്റു പറയാവുന്നതാണ്. ഈ ഭൂമി മാത്രമല്ല, മനുഷ്യരുടെ മുമ്പിലാണ് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം പ്രഖ്യാപിക്കണമെങ്കിൽ നിത്യത വരെ ഞാൻ നിങ്ങളെ ഏറ്റു പറയുമെന്നാണ് പറയുന്നത്. അതെല്ലാം നടപ്പിലാകുന്നത് ഉടമ്പടിയിലൂടെയാണ്. ഉടമ്പടി പ്രയോഗം, ഉടമ്പടി പ്രഖ്യാപനം, ഉടമ്പടി പ്രാർത്ഥനയിലൂടെയാണ്. അതുകൊണ്ട് ആർക്കും വിശ്വസിക്കാം, ആർക്കും പ്രഖ്യാപിക്കാം, ആർക്കും പ്രാർത്ഥിക്കാം. അതിന് ക്രിസ്ത്യനാകണമെന്നൊരു നിർബന്ധമില്ല. അതുകൊണ്ടാണ് എല്ലാവർക്കും സാക്ഷ്യം പറയാൻ പറ്റുന്നത്. പക്ഷേ ആ വിശ്വാസം അനുഷ്ഠിക്കുന്ന വിശുദ്ധിയും അതുപോലെ തന്നെ വിശ്വാസ കൈമാറ്റവും വിശ്വാസ പ്രയോഗവും വിശ്വാസ പ്രഖ്യാപനവും നിലനിർത്താൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. എൻ്റെ മക്കളെ, വിശ്വാസത്തോടെ തന്നെ ഒരു കൈ നെഞ്ചത്ത് വെച്ച് ഒരു കൈ ശിരസിൽ വെച്ചുകൊണ്ട് നമുക്ക് രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് കടക്കാം. മനസ്സിൽ അറിയാവുന്നൊരു വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കണം, അല്ലാത്തൊരു സ്തുതിച്ചുകൊണ്ടിരിക്കണം. സ്വരത്തിലായിരിക്കണം എല്ലാം. ശ്രുതികട. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവ്, കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ്. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവ്. കർത്താവ് നിന്റെ തിരുമുറുമാറുന്ന വലത് കരം, കർത്താവ് ആണിപ്പെടുതാറുന്ന അത്ഭുത കരം അങ്ങയുടെ ശിരസ്, അങ്ങയുടെ മക്കളുടെ ശിരസിൽ വെക്കണം പ്രാർത്ഥിക്കുന്നു. സന്ധിബന്ധങ്ങളിലെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. മാംസപേശികളിലെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. രക്തഞരമ്പുകളിലെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. എല്ലാ കൊശങ്ങളിലും പേശികളിലും ത്വക്കുകളിലും കർത്താവിൻ്റെ രക്തം നിറയട്ടെ. മാരക രോഗങ്ങൾ, ആന്തരിക അവയവങ്ങളുടെ രോഗങ്ങൾ, മാരക രോഗങ്ങൾ, തീരാവ്യാധികൾ, കൊശങ്ങളിലുള്ള രോഗങ്ങൾ, പേശികളുടെ രോഗങ്ങൾ, അസ്ഥികളുള്ള രോഗങ്ങൾ, അസ്ഥിസന്ധികളുള്ള രോഗങ്ങൾ, വാതരോഗങ്ങൾ, ഹൃദയ രോഗങ്ങൾ, എല്ലാ രോഗങ്ങളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. കൈയെടുക്കുക, കൈ നെഞ്ചത്ത് സ്വസ്തിക പോലെ ചേർത്ത് നമുക്ക് ഹോൾ ബോഡി പുതിയ എല്ലാ ജീവിതവും കർത്താൻ സമർപ്പിക്കാം. നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് വ്യത്യസ്തങ്ങളായ ഡേറ്റുകൾ. മനുഷ്യൻ്റെ ജീവിതം തന്നെ സമയഘടികാരം നെഞ്ചിൽ ചാർത്തിക്കൊണ്ടല്ലേ അമ്മ പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ സമയത്തിന് നമ്മുടെ ജീവിതത്തിൽ വലിയ സ്ഥാനമാണ്. ചില ഡേറ്റുകൾക്ക് ഒരു പ്രാധാന്യമുണ്ട്. ഇപ്പോൾ ചില ഡേറ്റുകൾക്കുള്ളിൽ വിസ വരണം, അല്ലെങ്കിൽ പരീക്ഷ എഴുതാനോ പഠിക്കാനോ പറ്റത്തില്ല. ചില ഡേറ്റുകൾക്കുള്ളിൽ നമ്മുടെ ചിട്ടി വീഴണം, അല്ലെങ്കിൽ നമ്മുടെ പറമ്പ് കൊണ്ട് കടം പോകും, ജപ്തിയായി പോകും. എല്ലാം ഡേറ്റിലാണ് നിൽക്കുന്ന ജീവിതം. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ സമയത്തിൻ്റെ മാതാവ്, സഞ്ചാരി മാതാവ് എന്ന അമ്മയെ വിളിക്കുന്ന കാര്യം അതാണ്. പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമ്മേ, സമയത്തിന്റെ മാതാവേ, സഞ്ചാരി മാതാവേ, ഞങ്ങളുടെ ജീവിതത്തിലെ ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രത്യേക തീയതികളെ, ആ തീയതികളിലെ നടക്കേണ്ട കാര്യങ്ങള് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ കർത്താവിനെ സമർപ്പിക്കുന്ന ഞങ്ങളുടെ യാത്രകള്, ഞങ്ങളുടെ പഠനങ്ങള്, ഞങ്ങളുടെ ജോലികള്, ഇന്റർവ്യൂകള്, ടെസ്റ്റുകള്, പരീക്ഷാ ഫലങ്ങള്, സ്ഥല വിൽപ്പനകള്, വിവാഹം, ഗർഭധാരണം, സ്ഥലം കൈമാറ്റങ്ങള്, സ്ഥലം മാറ്റങ്ങള്, അങ്ങനെ ജീവിതത്തോട് ബന്ധപ്പെട്ട സാമ്പത്തിക മേഖലകള്, സർക്കാരിന്റെ മേഖലകള്, യാത്രാ മേഖലകള്, എല്ലാ മേഖലകള് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോഴേ എല്ലാ തടസ്സങ്ങള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. മക്കളൊന്ന് കൈകൾക്കൊപ്പം മുട്ടേ നിന്നേ. നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്ന പ്രാർത്ഥനകൾ ഓൺലൈനിലുള്ളവർ ശ്രദ്ധിക്കണേ. കുഞ്ഞുങ്ങളുടെ രോഗങ്ങൾ, ഗർഭിണികളുടെ രോഗങ്ങൾ, കൂടെ കൂടെ അബോർഷൻ സംഭവിക്കുന്ന അവസ്ഥകൾ, വിവാഹം ഒത്തുവരാത്ത അവസ്ഥകൾ, കോടതികളിൽ കേസിലായിരിക്കുന്ന വിവാഹങ്ങൾ, വിവാഹം പിരിയാൻ വേണ്ടി കള്ളക്കേസ് കൊടുത്തിരിക്കുന്നവർ, അന്യൻ്റെ ജീവിത പങ്കാളിയുമായിട്ട് രഹസ്യമായിട്ട് ജീവിക്കുന്നവർ, സ്വന്തം ജീവിത പങ്കാളിയോടും കുടുംബത്തോടും കുഞ്ഞുങ്ങളോടും വിശ്വസ്ത പുലർത്താത്ത സാഹചര്യങ്ങൾ,
തിന്മയുടെ ദുശ്ശീലങ്ങളുള്ളവർ, അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ട, കണ്ണീരോടെ പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ജുട്ട് നേരിടുന്ന പറമ്പുകൾ, വിൽക്കാനുള്ള പറമ്പുകൾ, വീട് സ്ഥലം പോലും ഇല്ലാത്തവർ, വീട് സ്ഥലവും ഇല്ലാത്തവർ, കേസിൽ അകപ്പെട്ടിരിക്കുന്നവർ, അന്യായമായ അല്ലാതെയും കേസുകളിൽ അകപ്പെട്ടിരിക്കുന്നവർ, എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. എല്ലാവർക്കും സാക്ഷ്യം പറയാൻ ഇടയാക്കണമെന്ന് മക്കളെ പ്രാർത്ഥിക്കണം. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവ്, അവരുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്ഥലമില്ലാത്തവർ, വീട് സ്ഥലമില്ലാത്തവർ, കേസിൽ അകപ്പെട്ടിരിക്കുന്നവർ, മക്കളില്ലാത്തവർ, പര്യാവർത്തകന്മാർ തമ്മിൽ പിരിയുന്നവർ, ദുശ്ശീലങ്ങൾ അകപ്പെട്ടിരിക്കുന്നവർ, എല്ലാവരും കഷണ്ടിയായിട്ടുള്ളവർ, കർത്താവ് ശരീരം ക്ഷീണിച്ചത് കൊണ്ട്, പണമില്ലാത്തത് കൊണ്ടും, രോഗം വന്നു പോയത് കൊണ്ടും, കല്യാണം ഒത്തുവരാത്തവർ, അങ്ങനെ എല്ലാവരും കർത്താവ് സമ്പത്ത് കിട്ടാനോടൊന്നും കിട്ടാത്തവർ, സമ്പത്ത് വഞ്ചിക്കപ്പെട്ടിരിക്കുന്നവർ, സമ്പത്ത് പറ്റിക്കപ്പെട്ടിരിക്കുന്നവർ, എല്ലാവരും സമർപ്പിക്കുന്ന കർത്താവ് ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ കൃപ ഉണ്ടാകട്ടെ. വീട് സ്ഥലവും നിർമ്മിതിയിലിരിക്കുന്നവർ കർത്താവ് നിർമ്മിതി, വീട് സ്ഥലം പണിതിട്ട് ഇടയ്ക്ക് വെച്ച് നിന്ന് പോയവർ, വിദേശത്ത് പോകാനുള്ളവർ, വിദേശത്ത് വരാനുള്ളവർ, കഥ വരാൻ പറ്റാത്തവർ, നിയമ തടസ്സമുള്ളവർ, എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരെയും സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ. ഇവിടെ നിങ്ങൾ ഈ ധ്യാനം കൂടുമ്പോൾ തന്നെ ധ്യാനം ഷെയർ ചെയ്യണം. എപ്പോൾ ധ്യാനം കൂടിയാലും, എപ്പോൾ സാക്ഷ്യം കേട്ടാലും നിങ്ങൾ അപ്പം തന്നെ പ്രേക്ഷിത പേര പരസ്യമായിട്ട് വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ വാട്സപ്പിലാണെങ്കിലും ഇത് ഷെയർ ചെയ്യണം. വാട്സപ്പ് ഗ്രൂപ്പുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. കർത്താവിന് അറിയാത്തത് അറിയട്ടെ. നിങ്ങൾ വാട്സപ്പ് സ്റ്റാറ്റസ് ഇടുന്ന ഒത്തിരി പേരുണ്ട്, വലിയ ദൈവാനുഗ്രഹമാണത്. അതുപോലെ തന്നെ പുതിയ പുതിയ കണ്ടൻറ്റുകളെ ക്രിയേറ്റ് ചെയ്തിട്ട് അപ്പ് ചെയ്യുന്ന റീൽസ് ഇടുന്നവരുണ്ട്. അവർക്കെല്ലാം വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവ് റീൽസ് ഇടുന്നവർ, വാട്സപ്പ് സ്റ്റാറ്റസ് ഇടുന്നവർ, വാട്സപ്പിലൂടെ കൃപാസനം പ്രചരിപ്പിക്കുന്നവർ, ധ്യാനത്തേക്ക് ആൾക്കാർക്ക് മറ്റുള്ളവർക്ക് കൈമാറി കൊടുക്കുന്നവർ, എല്ലാവരെയും അവരുടെ കുടുംബങ്ങളെ, അവരുടെ ക്യാമറയെ, അവരുടെ സന്മനസ്സിനെ, അവരുടെ സമർപ്പണത്തെ കർത്താവിൻ്റെ കൃപയാൽ അഭിഷേകം ചെയ്യാൻ പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യരുടെ മുമ്പിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് ഇതിനെ പ്രചരിപ്പിക്കുക, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ സമാപന ആശീർവാദം. കൈകൾ കൂപ്പി ശിരസ് നമിച്ച് ആശീർവാദം സ്വീകരിക്കുക. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും, നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നൊമ്പരപ്പെടുത്തുന്ന വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ, ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് ഒരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിന് നമ്മളെ ഒരുക്കുന്ന വലിയ പാഠശാലയായ കൃപാസനത്തിലേക്ക് മരിയൻ ഉടമ്പടി വഴി നമ്മളെ ക്ഷണിച്ച ദൈവപിതാവിൻ്റെ സ്നേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കിട്ടുന്ന അവസരങ്ങളിലെല്ലാം കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയും പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെയും എല്ലാം ഈശോയെ നിന്റെ നാമത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവപിതാവിനെ മഹത്വപ്പെടുത്തുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുടെ നാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം.
കുടുംബങ്ങൾക്ക് നൽകിയ സംരക്ഷണത്തിന്, രോഗത്തിന്റെ സൗഖ്യത്തിന്, സമാധാനത്തിന് നന്ദി കർത്താവേ. എല്ലാ നന്മകൾക്കും അങ്ങേക്ക് നന്ദി കർത്താവേ. സ്തുതി, ആരാധന, മഹത്വം, സ്തുതി കർത്താവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠമായ ദൈവശാസ്ത്ര പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. ഒരുമിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ സ്തുതി, ആരാധന, മഹത്വം കർത്താവേ. ഈശോയെ അവിടുത്തെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്ന ഒരു പ്രാർത്ഥനകളെയും കനിവാർന്ന് സ്വീകരിക്കണമേ കർത്താവേ. കുടുംബങ്ങൾക്ക് സമാധാനം നൽകണമേ, രോഗങ്ങൾക്ക് സൗഖ്യം നൽകണമേ, ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകണമേ, പരീക്ഷകൾക്ക് വിജയം നൽകണമേ, വിദേശത്ത് പോകുവാൻ തടസ്സം മാറ്റി കൊടുക്കണമേ, സന്താന സൗഭാഗ്യം നൽകണമേ, വിവാഹം ഒരുക്കി നൽകണമേ. യേശുവേ എല്ലാ ക്ലേശങ്ങളും മാറ്റി അവിടുത്തെ നാമത്തെ സ്തുതിച്ച് ജീവിക്കുവാൻ സഹായിക്കണമേ. ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന മഹത്വം കർത്താവേ. സ്തുതി കർത്താവേ. ആരാധന, ആരാധന കർത്താവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗവും നമ്മുടെ എല്ലാ അപേക്ഷകളും ആവശ്യങ്ങളും കൃപാസന മാതാവിന്റെ സംരക്ഷണയിൽ ദിവ്യകാരുണ്യനാഥന് സമർപ്പിക്കാം. ജോസഫ് അലി വീട്ടിലച്ഛൻ്റെ നിയോഗങ്ങൾക്ക് വേണ്ടിയും നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. ഒരുമിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ആരാധന, മഹത്വം കർത്താവേ. സന്ദേശങ്ങൾ നിങ്ങളെ സഹായിക്കണമേ. സൗഖ്യപ്പെടുന്ന ശുശ്രൂഷയുടെ ആയിരങ്ങളെ സ്പർശിക്കണമേ. ഹല്ലേലൂയ. യേശുവേ സ്തുതി, ആരാധന, മഹത്വം കർത്താവേ. സ്തുതി, ആരാധന, ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഉടമ്പടിയെ നമ്മൾ അടുത്ത് അറിയുന്നത് അതിൻ്റെ സാക്ഷ്യങ്ങളിലൂടെയാണ്. ഉടമ്പടിയിലുള്ള ദൈവഭാഗമെന്ന് പറയുന്നത് സാക്ഷ്യങ്ങളാണ്. എന്താണ് ദൈവഭാഗമെന്ന് പറയുന്നത്? ഉടമ്പടിയിൽ 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് മനുഷ്യഭാഗമുണ്ട്, പിന്നെ ഒന്ന് ദൈവഭാഗമുണ്ട്. മനുഷ്യഭാഗമെന്ന് പറയുന്നത് നമ്മൾ വെക്കുന്ന നിയോഗങ്ങളാണ്. ദൈവഭാഗമെന്ന് പറയുന്നത് ആ നിയോഗത്തിൻ്റെ മേൽ ദൈവം എടുക്കുന്ന നടപടികളാണ്. ആ ദൈവഭാഗമാകുന്നത് നമ്മളത് സുവിശേഷത്തിൻ്റെ പ്രചാരണത്തിന് വേണ്ടി
നമ്മളത് പൊതുജന സമക്ഷം ഏറ്റുപറയണം. ഏറ്റുപറയുമ്പോഴുണ്ടാകുന്നത് ഒന്ന്, നമ്മളത് ഓൺ ചെയ്യുന്നു എന്നുള്ളതാണ്. ഏറ്റുപറയുമ്പോൾ സംഭവിക്കുന്നത് നമ്മളതിൻ്റെ മുഴുവൻ ക്രെഡിറ്റ് ആൻഡ് ക്ലെയിം ദൈവതിരുസന്നിധിയിൽ ദൈവത്തിൽ നിന്നാണെന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ അംഗീകരിക്കുന്നതിൻ്റെ ഭാഗമായി ദൈവത്തെ അംഗീകരിക്കുക. ദൈവവിശ്വാസിയുടെ മുമ്പിലുണ്ടാകുന്ന ഏറ്റവും വലിയ ആദ്യമായുള്ള ദൈവശുശ്രൂഷ എന്ന് പറയുന്നത് ദൈവത്തെ അംഗീകരിക്കുകയാണ്. അപ്പം നമ്മളോർക്കും ദൈവത്തെ നമ്മൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ദൈവം നിലനിൽക്കും. പക്ഷേ മറ്റുള്ളവരെ നിലനിൽക്കണമെങ്കിൽ നമ്മൾ അംഗീകരിക്കണം. നമുക്ക് കിട്ടിയ അനുഭവങ്ങൾ അതുകൊണ്ടാണ് ദൈവത്തെ അംഗീകരിക്കേണ്ടത്. പോരായും ചില ആൾക്കാർക്ക് പോരായ്മയാകും. അത് കുറച്ച് കിട്ടിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ സ്വന്തം കഴിവ് കൊണ്ടാണ് എന്ന് ചിന്തിക്കുന്നവർക്ക് അവിടെ ദൈവത്തെ അംഗീകരിക്കുന്നത് ഒരു കുറച്ചിലായിട്ട് വരും. ബൈബിൾ എപ്പോഴും കൈകാര്യം ചെയ്യുന്നൊരു വിഷയമാണ് ദൈവത്തെ അംഗീകരിക്കുന്നത് കൊണ്ടുള്ള പോരായ്മകൾ. ശ്രുതിയുടെ ഹല്ലേലൂയ. റോമ 1:28 ദൈവത്തെ അംഗീകരിക്കുന്നത് പറഞ്ഞേ, ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ കരുതിയത് നിമിത്തം അധമ വികാരത്തിനും അനുചിത പ്രവൃത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ദൈവത്തെ നമ്മൾ അംഗീകരിച്ചില്ലെങ്കിൽ അത് നമ്മൾ വരുന്നൊരു അപകടം എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തെ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് പലപ്പോഴും നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ബൈബിൾ വചനം പറയണത്, അറിയാവുന്ന വിചാരിക്കുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ല എന്ന് പറയും. നമ്മൾ ദൈവത്തെ അംഗീകരിക്കുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ദുരന്തം. അറിയേണ്ടവൻ അറിയുന്നുവെന്ന് വിചാരിക്കുന്നവൻ. 1 കൊരിന്തോസ് 8:2 അറിവുണ്ടെന്ന് ഭാവിക്കുന്നവൻ അറിവുണ്ടെന്ന് ഭാവിക്കുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ല. നമുക്ക് ഉണ്ടാകാവുന്ന ഒരു ദുരന്തം, ഒരു നിശബ്ദ ദുരന്തം, ഒരു സൈലന്റ് ട്രാജഡി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ദൈവത്തെ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ അറിയുന്നില്ല. നമ്മൾ ദൈവത്തെ അംഗീകരിക്കുന്നതില്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങളോർക്കും അംഗീകരിക്കാതെ നമ്മളിവിടെ വന്ന് ഇങ്ങനെ ധ്യാനം കൂടുമോ? ധ്യാനം കൂടാം, പക്ഷെ ദൈവത്തെ അംഗീകരിക്കാതിരിക്കാം. ധ്യാനം കൂടുന്നതും ദൈവത്തെ അംഗീകരിക്കുന്നതും രണ്ട് വിഷയമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മേൽഗതി ഉണ്ടായാൽ നിങ്ങൾ സാക്ഷ്യം പറയാൻ താമസിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ഈ പ്രാർത്ഥിച്ചില്ലെങ്കിൽ നടക്കുമായിരുന്നല്ലോ എന്നുള്ള ചിന്തയാവാം. അത് ഞാൻ മാത്രമല്ലല്ലോ, പ്രാർത്ഥിക്കാത്തവരൊക്കെ PSC റാങ്ക് ലിസ്റ്റ് കയറിയല്ലോ എന്ന് സ്വാഭാവികമായിട്ട് വരാം. പക്ഷെ ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളത് ദൈവത്തെ അംഗീകരിക്കുന്നവരുടെ മാത്രമായിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളത് മറ്റുള്ളവർ മഹത്വപ്പെടുത്തത്തില്ല. കാര്യം എന്താണ്? അവർ പ്രഖ്യാപിതമായിട്ട് ദൈവത്തെ അംഗീകരിക്കാത്തവരാണ്. തങ്ങളുടെ കഴിവും ബുദ്ധിയും കൊണ്ടാണ് കാര്യങ്ങളെല്ലാം നടക്കുന്നതെന്ന്. ഇതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രലോഭനം ഏതാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, ഒരു മനുഷ്യൻ്റെ നമ്മുടെ കഴിവും ബുദ്ധിയും കൊണ്ടാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അതിനകത്ത് ദൈവത്തിന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല എന്ന് നമ്മൾ നിശബ്ദമായിട്ടെങ്കിലും അവബോധ മനസ്സിൽ ഒരു നിലപാടെടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെയുള്ളവർക്ക് അനുഗ്രഹം കിട്ടുമ്പോൾ അവർ പറയത്തില്ല, ഇത് എനിക്ക് 5-6 മാസം മുമ്പ് കിട്ടിയ അനുഗ്രഹമാണ്, ഞാനിപ്പോഴാണ് സാക്ഷ്യം പറയാൻ ഒത്തതെന്ന് പറഞ്ഞിട്ട്. എന്തുകൊണ്ട് അങ്ങനെ പറയണത്? അത്രയും ടൈം എടുക്കണത് എന്താണ്? സാധാരണ ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലാണെങ്കിൽ പരിശുദ്ധാത്മാവ് പെട്ടെന്ന് അവർക്ക് മനസ്സിലാകും. പരിശുദ്ധാത്മാവ് സ്ലോ ഡൗൺ ചെയ്യുന്നത് കൊണ്ടാണ് സാക്ഷ്യം പറയാൻ 6 മാസം എടുക്കുന്നത്. സാക്ഷ്യം പറയാൻ 6 മാസം എടുക്കുന്നത് കൊണ്ട് വരുന്ന ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് വളരെ മന്ദഗതിയിലാണ് ഈ വ്യക്തിയിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. ഇനി നിങ്ങൾ സാക്ഷ്യം പറഞ്ഞില്ലെങ്കിലും ദൈവത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല. അത് എപ്പോഴും ഓർത്തേക്കണം. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ സാക്ഷ്യം പറയാൻ താമസിക്കുന്നവർ സാക്ഷ്യം പറഞ്ഞില്ലെങ്കിലും ദൈവത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ കാരണം, സാക്ഷ്യം പറയാൻ താമസിക്കുന്നതിൻ്റെ കാരണം അത് നമ്മളുടെ ക്ലെയിമിലും ക്രെഡിറ്റിലുമാണോ സംഭവിച്ചത്, അത് ദൈവം ഇടപെട്ടതാണോ എന്ന് നമുക്ക് സംശയമാണ്. ഈ സംശയമാണ് നമ്മളെ ഇങ്ങനെ 6 മാസം തള്ളി നീക്കിയത്. ഇങ്ങനെ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മളോട് പെട്ടെന്ന് നമുക്ക് ക്ലാരിഫിക്കേഷൻ. പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ലാരിഫൈഡ് ആവും. നിങ്ങൾക്കൊരു വിഷയത്തെക്കുറിച്ച്, ദൈവികമായ കാര്യങ്ങളെക്കുറിച്ച് പെട്ടെന്ന് വ്യക്തത കിട്ടുന്നില്ല, മന്ദഗതിയിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവ് നിങ്ങളിലുള്ള ആത്മാവ് മന്ദഗതിയിലാണെന്നും നിങ്ങൾ ലോകാത്മാവിനാൽ നയിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ വിഷയം.
അല്ലാതെ നിങ്ങൾ സാക്ഷ്യം പറയാൻ നിങ്ങൾ പ്രതികളൊന്നുമല്ല. പ്രതികളെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രതികളാകുന്നതിൻ്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നിങ്ങളിൽ വളരെ സ്ലോഗത. അതിൻ്റെ കള്ളനും വെള്ളിയും നെല്ലും പതിരും തിരിക്കാൻ യു ടേക്ക് 6 months, 6 മാസം എടുത്തു ഇത് ദൈവത്തിൻ്റെതാണെന്ന് തിരിച്ചറിയാൻ. അത് ഭയങ്കരമായൊരു സ്പിരിച്വലായിട്ടുള്ള കലാമിറ്റിയാണ് നമ്മുടെ, അതായത് ആധ്യാത്മികമായിട്ട് വരുന്ന ഇതുപോലെയുള്ള ഒരു കലാമിറ്റി. എന്താ ദുരന്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവികമായ പ്രവർത്തനങ്ങൾ അറിയാൻ, നമ്മൾ തന്നെ അറിയാൻ ടൈം എടുക്കുന്നത് നിസ്സാര കാര്യമല്ല. ശരിക്കും ഞങ്ങളെപ്പോലെയുള്ളവർ പറഞ്ഞാൽ മാത്രമേ ചില ആൾക്കാർ സാക്ഷ്യം പറയത്തുള്ളൂ. പറഞ്ഞ് ഓർപ്പിച്ച് കൊടുക്കണം. കാര്യം ഇത് എന്നതിൻ്റെ അർത്ഥം ഓർപ്പിച്ച് ഞങ്ങളെ സാക്ഷ്യം പറയണമെന്ന് ഞാൻ ഓർപ്പിച്ച് തരുമ്പോൾ നിങ്ങൾ വന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നം എന്താ? 50 മാർക്ക് നിങ്ങൾക്കുള്ളൂ. എന്താണ് 50 മാർക്ക് എനിക്കുള്ളതാണ്? ഞാൻ ഓർപ്പിച്ചിട്ടാണ് നിങ്ങളത് എന്ന് പറഞ്ഞാൽ ഉള്ളത് കളയണമെന്നല്ല, സീറോ അടിച്ച് പോരുത്. ഞാൻ പറഞ്ഞാലും അങ്ങനെ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റെക്ടിഫൈ ചെയ്ത് സാക്ഷ്യം പറഞ്ഞ് മാറ്റണം. കാര്യം എന്താ കാര്യം? അത് നിങ്ങളുടെ തന്നെ കൃപയിൽ തന്ന സാക്ഷ്യം പറയുമ്പോൾ 2 കാര്യം സംഭവിക്കും. ഒന്ന്, നിങ്ങൾക്ക് തന്ന കൃപയിൽ നിങ്ങൾ നിലനിൽക്കും. പിന്നെ നിങ്ങളത് ദൈവം അത് തിരിച്ചെടുക്കത്തുമില്ല. സാക്ഷ്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഗ്യാരണ്ടി ഇല്ല. കാര്യം എന്താ? നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ടില്ല. അത് പോരായ്മയെ കരുതിയത് കൊണ്ട് 2 കാര്യങ്ങൾ സംഭവിക്കും. ദൈവത്തെ മഹത്വപ്പെടുത്തിയില്ലെങ്കിൽ 2 കാര്യങ്ങൾ സംഭവിക്കുമെന്ന് ബൈബിൾ പറയണത്. റോമ 1:28. ഒന്നെന്താണ്? നിങ്ങൾ അധമ വികാരങ്ങൾ കേൾപ്പിക്കപ്പെടും. എന്ന് വെച്ചാൽ ദൈവത്തെ നിരക്കാത്ത വികാരം ഉണ്ടാവും. ഇതൊക്കെ ഇമോഷണലായിട്ട് പെരുമാറും. ഇപ്പോൾ ഒരു ജെയ്സൺ എന്ന് പറയുന്ന സഹോദരൻ്റെ സാക്ഷ്യമാണ് ഈ ആഴ്ചത്തെ ഏറ്റവും വലിയ സാക്ഷ്യം തോന്നണം. അപ്പോൾ ജെയ്സൺ പറഞ്ഞത്, ഞാൻ വൈഫാണ് ഉടമ്പടി എടുത്തത്, ഞാൻ അവളുടെ കൂടെ വന്നു എന്നുള്ള കാര്യം സത്യമാണ്. എൻ്റെ വിഷയമാണ് അതിൻ്റെ അകത്ത് പറയണത്. വൈഫിൻ്റെ കാര്യം പറയുന്നുണ്ടെങ്കിലും വൈഫിനെ കൊണ്ടാണ് ഉടമ്പടി എടുപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു വർക്കെന്ന് പറയുന്നത്, ഞാനൊരു നല്ല ഷെഫാണ്. അതിൻ്റെ ഒരു ഇൻ്റർനാഷണലി ക്വാളിഫൈഡ് ഷെഫാണത്. അപ്പോൾ അതുകൊണ്ട് അയാൾക്ക് നല്ലവണ്ണം ഭക്ഷണം പാകം ചെയ്യാൻ നല്ലവണ്ണം അറിയാം. ഏത് പട്ടിക്കാട്ടി കൊണ്ടുപോയി ഒരു ഹോട്ടലിട്ടാലും പട്ടാളം പോലെ ആൾ കയറും. കാര്യം ഭക്ഷണം രുചികരമായിട്ട് ചെയ്യാൻ അറിയാവുന്നതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് അയാൾക്ക് നല്ല കോൺഫിഡൻസ് ആണ്. അദ്ദേഹത്തിൽ നല്ല കോൺഫിഡൻസ്. നമ്മുടെ ഒരു വിഷയം, ഈ ഓവർ കോൺഫിഡൻസുകാർ അവർ ഡേഞ്ചർ സോണിലാണ്. ഇപ്പോൾ ഒരു വിഷയത്തെക്കുറിച്ച് ഓവർ കോൺഫിഡൻസുകാരില്ലേ, അമിതമായ ആത്മവിശ്വാസമുള്ളവർ ഡേഞ്ചർ സോണിലാണ്. അവർ 2 തരത്തിലുള്ള ഡേഞ്ചർ സോണിലാണ്. ഒന്ന്, ഓവർ കോൺഫിഡൻസുകാർക്ക് പറ്റണത് അവർ എല്ലാ കാര്യവും അവരുടെ അക്കൗണ്ടിലേക്കാണ് വരവ് വെക്കുന്നത്, ദൈവത്തിൻ്റെ അക്കൗണ്ടിലേക്ക് കൊടുക്കത്തില്ല. കാര്യം എന്താണ്? ഇപ്പോൾ ദാനം ചെയ്യാത്തവരില്ലേ, ഇപ്പോൾ ഉടമ്പടി എടുത്തിട്ടും ദാനശീലം വരാത്തവരെന്താണ്? എന്തുകൊണ്ടാണ് ദാനം ചെയ്യാത്തവർ? ഉടമ്പടി എടുത്തു, പക്ഷേ എന്നാലും ദാനം ചെയ്യത്തില്ല. നിങ്ങൾ ഇവിടെ കുത്തിരിക്കുന്നത് കുറച്ച് പ്രൊഫഷണൽ ധർമ്മക്കാർക്ക് എന്തെങ്കിലും കൊടുക്കണ പോലെ അല്ല, അത് പിന്നെ അവരുടെ പ്രൊഫഷനാണ്. അതല്ല ഇപ്പോൾ ഈ ജെയ്സനൊക്കെ ചെയ്തിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജെയ്സൺ കർത്താവിൻ്റെ അഭിഷേകത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ചെയ്തത് എന്താണ്? ആ നാട്ടിലുള്ള, എനിക്കാണത് ഇവിടെയാണെന്ന് തോന്നണം, അതായത് ഇരിങ്ങാലിക്കൂടെ. അപ്പോൾ ആ നാട്ടിലുള്ള വണ്ടി ഇടിച്ച് കിടക്കുന്നവരുടെ എല്ലാം വീട്ടിൽ ചെല്ലും. ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ അവർ വണ്ടി ഇടിച്ച് കിടക്കുന്നവർ, പണ്ട് സ്കൂട്ടർ ഇടിച്ച് കിടക്കുന്നവരും ബൈക്ക് ഇടിച്ച് കിടക്കുന്നവരും കൈ ഒടിഞ്ഞവരും പ്ലാസ്റ്റർ കിടക്കുന്നവരൊക്കെ വീട്ടിൽ ചെല്ലും. വീട്ടിൽ ചെന്നിട്ട് അവരുടെ വിശേഷം ആദ്യമായിട്ടും കാണുകയായിരിക്കും. ജെയ്സൺ എന്ന് പറഞ്ഞ ആൾ ഇവരെ ആദ്യമായിട്ടും കാണുകയാണ്. അപ്പോൾ അവർ തന്നെ ചോദിക്കും, എങ്ങനെയാണ് ചേട്ടനെ എന്നെ അറിയത്തില്ലല്ലോ, ഞാനിങ്ങനെ വണ്ടി അപകടത്തിൽ പെട്ടെന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ അയാൾ പറയും, ഞാൻ ചോദിച്ചു വന്നു, ആൾക്കാരോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറയണത്, എനിക്ക് കാരുണ്യ പ്രവർത്തികൾ ചെയ്യണത് ഇപ്പോൾ ഒരു കൊതി പോലെയാണ്. ഒരു വ്യക്തിയുടെ ഒരു ഉടമ്പടി എങ്ങനെ ഒരു വ്യക്തിയെ മാറ്റണം നോക്കിയേ. കാരുണ്യ പ്രവർത്തികൾ ചെയ്യണത് അങ്ങോട്ട് ചെന്ന് ചോദിച്ചിട്ട് അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് അവർക്ക് സഹായം നൽകുന്നത് ഒരു തീരാത്ത കൊതി പോലെയാണ്. അതിലൊരു ആന്തരിക അഭിഷേകം കിട്ടിയിട്ടുണ്ട്. പണ്ട് ഉടമ്പടിക്ക് മുമ്പ് അങ്ങനെയൊന്നും ഇല്ലായിരുന്നോ? അന്ന് എന്താ സംഭവിച്ചത്? അതുകൊണ്ടാണ് ഉടമ്പടിക്ക് മുമ്പ് ഒരു ദാനധർമ്മം ഇല്ലാത്തതിൻ്റെ കാരണം, നമ്മൾ ദാനധർമ്മം ചെയ്യാത്ത ആൾക്കാർ അല്ലെങ്കിൽ സഹായിക്കാത്ത ആൾക്കാർ, അവരെ ഞാൻ കുറ്റം പറയത്തില്ല. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ, അവരിപ്പോൾ നമ്മൾ ഒരു കൊട്ടയിൽ കുറച്ച് ആപ്പിൾ ഇരിക്കണം എന്ന് വിചാരിച്ചോ. അപ്പോൾ ഒരു കൊട്ടയുണ്ട്, ഒരു 200 ആൾക്കാരുണ്ട്. അവരെല്ലാം കൂടി ഇടിച്ച് ഇതിനകത്ത് കയറിയാൽ മാത്രമേ നമുക്ക് ആപ്പിൾ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. പക്ഷേ നമുക്ക് നമ്മുടെ ഇന്ന് ചിലവാകണം എന്താണ്? ഇടിച്ച് ഞെക്കി അതിൻ്റെ അകത്ത് വേർത്തൊലിച്ച് നാട്ടുകാരുടെ മുട്ടുകൈ കൊണ്ടൊക്കെ ഇതിനകത്ത് കയറാൻ പറ്റത്തുള്ളൂ. കയറി ഒരു ആപ്പിൾ എടുത്തുകൊണ്ട് നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ, അത് 2 ആപ്പിൾ എടുത്തുകൊണ്ട് പുറത്തേക്ക് വരുമ്പോൾ, ഒരുത്തൻ അവിടെ ഇടിക്കാൻ നിവൃത്തിയില്ലാത്തവനും മുട്ടാൻ നിവൃത്തിയില്ലാത്തവനും കൈ നീട്ടുമ്പോൾ പറയും, ഞാൻ ഇടിച്ചാൽ വാങ്ങിച്ചത്, നിങ്ങൾ ഇടിച്ച് വാങ്ങിച്ചോളാൻ പറയും. അതെന്താണ്? നമ്മളതിൻ്റെ അത് സ്പെൻഡ് ചെയ്താൽ കൊണ്ടാണ്. ഇതിൻ്റെ അത് വരുന്ന ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്.
കാര്യം ആൾക്കാർ ദാനം ചെയ്യാത്തതിൻ്റെ കാരണം ഞാൻ കുറേ കഷ്ടപ്പെട്ടാണ് ഈ നിലയിലെത്തിയത്, അങ്ങനെ ഓശാര നീ ഇരുന്നിൻ്റെ ഇടയ്ക്ക് നിന്ന് പുഴുങ്ങി തിന്നണ്ട. ഇതാണ് നിലപാട്. ഉടമ്പടിയിൽ വരുമ്പോൾ ഈ എല്ലാവരുടെയും മനസ്സിലിരിക്കുന്ന ഒരു രഹസ്യ നിലപാടെന്ന് പറയുന്നത്, ദാനം ചെയ്യാത്തതിൻ്റെ കാരണം ഞാൻ കുറേ കഷ്ടപ്പെട്ടാണ് പഠിച്ചാണ് ഇവിടം വരെ എത്തിയത്. നീ അങ്ങനെ നീയും അതുപോലെ. അപ്പോൾ ഒരു നീതിബോധം അതിൻ്റെ അകത്തുണ്ട്, ഒരു നീതിബോധമുണ്ട്. പക്ഷെ ഇത് ദൈവത്തിൻ്റെ നീതിയല്ല. ദൈവത്തിൻ്റെ നീതി ഭയങ്കര വ്യത്യാസമുണ്ട്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് ചോദിക്കുന്നവർക്കൊക്കെ കൊടുക്കാൻ പറയും. അപ്പോൾ നമ്മൾ പറയും അങ്ങനെ ചോദിക്കുന്നവർക്കൊക്കെ ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. കാര്യം ഇവനൊക്കെ മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. നമ്മൾ കൊടുത്താലേ നമ്മൾ കൊടുക്കണ കൊണ്ട് വേറെ ആൾക്കാർ പോയി വെള്ളം അടിക്കുകയുള്ളൂ എന്ന് പറയും. അത് നമ്മളെ പിടിച്ചിരിക്കാൻ വേണ്ടി നമ്മൾ പറയണതാണ്. നമ്മൾ ധർമ്മക്കാർക്ക് ചില ആൾക്കാർ പൈസ കൊടുക്കത്തില്ല. എന്താ കൊടുക്കാമെന്ന് ചോദിക്കാൻ പറയാം, നമ്മൾ കൊണ്ട് വെള്ളം അടിക്കുമെന്നും. അപ്പോൾ ഈ ഒക്കെ CBI അന്വേഷണമാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന കാശ് കൊണ്ട് അയാൾ വെള്ളം അടിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി. ഇതൊന്നുമല്ല, പുള്ളിക്ക് അത് കൊടുക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഈശോ എന്താ പറയുക, ചോദിക്കുന്നവർക്കൊക്കെ കൊടുക്കാൻ പറയും. നോൻപ് കാലത്ത് നമ്മൾ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. മത്തായി 5:42. മത്തായി 5:42. ചോദിക്കുന്നവന് കൊടുക്കുക, വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവനിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത്. പക്ഷെ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ, ഇത് നമുക്ക് തോന്നുന്നു ഇത് ശരിയല്ലല്ലോ ഈ പറയണത്. ചോദിക്കുന്നതിനൊക്കെ കൊടുക്കാൻ പറ്റുമോ? വായ്പ വാങ്ങാൻ വരെ പറയുന്നവർക്ക് ഒഴിഞ്ഞു മാറിയാൽ നമ്മൾക്ക് പിന്നെ അവസാനം നമ്മൾ തന്നെ അടക്കേണ്ടി വരികയില്ലേ? ഇതൊക്കെ ശരിയാണ്. മാനുഷ്യമായി പറഞ്ഞ ഇതെല്ലാം ശരിയാണ്. സുവിശേഷം മാനുഷ്യമായ നിലപാടിന് എതിരാണ്. എന്താ കാര്യം? സുവിശേഷ നീതി എന്ന് പറയുന്നത് മാനുഷിക നീതി, ലോകരാജ്യത്തിൻ്റെ നീതിയല്ല. ഇതൊരു ഭരണഘടനയിൽ ഇങ്ങനെ നമുക്ക് പറയുന്നത് കുഴപ്പമില്ല, കോടതിയിലൊക്കെ ഇത് വിലപ്പോകും. പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ വിലപ്പോകത്തില്ല. കാര്യം എന്താണ്? ദൈവത്തിൻ്റെ മുമ്പിൽ വിലപ്പോകുന്നത് ദൈവരാജ്യത്തിൻ്റെ നീതിയാണ്. കർത്താവ് സംസാരിക്കുന്നത് ദൈവരാജ്യത്തിൻ്റെ നീതിയുടെ ലെവലിലാണ് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് സുവിശേഷം ചിലർക്ക് മനസ്സിലാകാത്തതിൻ്റെ കാരണം. ദൈവരാജ്യ നീതി അതാണ്. ദൈവരാജ്യം ഭക്ഷണവും പാനീയവും അല്ലെന്ന് പറഞ്ഞിട്ട് എന്താ പറയുന്നത്? നീതിയും സമാധാനം. ദൈവരാജ്യത്ത് ഇതെവിടെപ്പോൾ ശ്രുതിയുടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. റോമ 14:17. റോമ 14:17. ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. അപ്പൊ ഈ നീതിക്ക് സന്തോഷം നമ്മുടെ ജഡിക സന്തോഷമല്ല, മറിച്ച് എന്താണ്? ഇപ്പം നമുക്ക് ഒരാൾ ഒരു സംഭവം, നമുക്കൊരു ഉടുപ്പ്, 2 ഉടുപ്പുള്ളവന് ഒന്ന് കൊടുത്തില്ലാത്തതിന് കൊടുത്തു കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവും. 2 സന്തോഷം ഉണ്ടാകും. ഒന്ന് നമ്മുടെ അലമാരി സാധനം പോയി കിട്ടിയില്ല എന്ന സന്തോഷമുണ്ട്. കുറേ സാധനം ഇരിക്കുമ്പോഴേ നമ്മൾ അലമാരി തുറക്കുമ്പോഴേ ഉടുപ്പിനൊക്കെല്ലാം നമ്മുടെ ബഹുമാനമാണല്ലോ, നമ്മുടെ കാൽച്ചോട്ടി വന്ന് വീഴുമല്ലോ അത്. അപ്പോൾ വീട്ടുകാർ വിഷം ഉണ്ടാക്കി, ഇത് ആർക്കും കൊടുക്കാൻ പാടില്ലേ എന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ പറയും ഇത് കണ്ടുമുട്ടേണ്ട ആൾക്കാരെ. ഇപ്പോൾ എല്ലാവർക്കും ആവശ്യത്തിന് ഡ്രസ്സാണെന്ന് നമ്മൾ പറയും. എന്നാലും കുറച്ച് കഴിയുമ്പോൾ അലമാരി തിങ്ങുമ്പോൾ പറയും ഒരു അലമാരി മേടിക്കാം. അലമാരി മേടിക്കുമ്പോൾ കാശ് 30,000-40,000 രൂപയാവും. അതിനേക്കാൾ ഉള്ളത് കൊടുത്തു കഴിഞ്ഞാൽ സ്ഥലം ഉണ്ടാക്കിയാൽ മതിയല്ല. ആ ഒരു സന്തോഷം ഉണ്ടാകും കൊടുക്കുമ്പോൾ. അലമാരി കാര്യമാകുമെന്നുള്ള സന്തോഷം, അത് ജഡിക സന്തോഷമാണ്, ദൈവരാജ്യത്തിൻ്റെ അല്ല. പറഞ്ഞ മനസ്സിലായില്ലേ? ദാനം ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം, ആ സന്തോഷം ജഡിക സന്തോഷം എന്ന് പറയും. അതെന്താണ്? ലോക അരൂപിയ നയിക്കപ്പെടുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് സ്ഥലം കിട്ടിയല്ല, അതിന് പുതിയ സാധനം വാങ്ങിക്കാമെന്ന് ഓർക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. അതിൽ ആ ദാനത്തിലുണ്ടാകുന്ന സന്തോഷമാണ്. പക്ഷെ അത് പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമല്ല. നിങ്ങളീ പറഞ്ഞ പല കാര്യങ്ങളും, നമുക്ക് അനുഭവിക്കുന്ന പല വിഷയങ്ങളും ദൈവവുമായിട്ട് ബന്ധമില്ലാത്തതാണ്. പക്ഷേ ദൈവത്തിൻ്റെ അക്കൗണ്ടിലാണ് നമ്മളിതൊക്കെ അനുഭവിക്കുന്നത്. പക്ഷേ സംഭവം ജഡിക സന്തോഷമാണ്. വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് ദൈവരാജ്യം. അപ്പോൾ ദൈവരാജ്യം എന്ന് പറയുമ്പോൾ ഈ നീതി, അതായത് നീതി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു നീതിയുണ്ട്. അത് ദൈവത്തിൻ്റെ നീതി മെരിട്ട് നോക്കാതെ ചെയ്യുന്ന നീതിയാണ്. സ്നേഹത്തിൽ നിന്ന് വരുന്ന നീതിയാണത്. ഇപ്പോൾ ഈശോ ക്രൂശിക്കപ്പെട്ടു, ആ നീതി എന്താണ്? അപ്പോൾ നമ്മളെ നീതീകരിച്ചതിൻ്റെ ഒരു നീതിയാണ്. ഇപ്പം നമ്മളുടെ ക്വാളിറ്റി നോക്കിയിട്ടാണ് ദൈവം നമ്മളെ, എല്ലാ ദുഷ്ടന്മാർക്കും ശിഷ്ടന്മാർക്കും വേണ്ടി ദൈവം പാപത്തിന് പരിഹാരം ചെയ്തിട്ടുണ്ട്. അതിലെന്താണ് എക്സ്പെൻഡ് ചെയ്തത്? ഈശോ ചെലവ് ചെയ്തത്, തൻ്റെ ജീവിതം ചെലവ് ചെയ്തപ്പോഴുണ്ടാകുന്നൊരു നീതി എന്താണ്? നമ്മളുടെ മെരിറ്റ് നോക്കിയിട്ടല്ല ചെയ്തിരിക്കുന്നത്. ഇതുപോലെയാണ് മറ്റുള്ളവരുടെ മെരിറ്റ് നോക്കാതെ നമ്മൾ അവർക്ക് വേണ്ടി ചെലവ് ചെയ്യുമ്പോൾ നമുക്ക് പരാതികളോ പരിഭവങ്ങളോ ഇല്ല. എന്താ ഞാനിങ്ങനെ പറഞ്ഞത്, ഈ ജെയ്സൺ എന്ന് പറയുന്ന കക്ഷി അവസാനം പറഞ്ഞു നിർത്തുന്നത് കുറേ കാര്യങ്ങൾ. ജെയ്സൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് ഒരു സുവിശേഷമാണ്. ചില അവസാനം ഇദ്ദേഹം പറയണത്, ഇപ്പോഴേ ഞാൻ വല്ലാത്ത ഒരു ആത്മസംതൃപ്തി ഞാൻ അനുഭവിക്കുന്നുണ്ട്, ഞാൻ ദൈവത്തിൽ ആനന്ദിക്കുന്നുണ്ട്. ഞാൻ പറയണതെല്ലാം ആത്മീയ കാര്യങ്ങളാണ്.
പക്ഷെ നിങ്ങൾ അത് ലോകത്തിൻ്റെ രീതി മനസ്സിലാക്കുന്നത് കൊണ്ട് എൻ്റെ സന്തോഷം നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ലെന്ന്. എന്ത് രസമാണ് ആ സാക്ഷ്യം. അതായത് ഞാൻ അനുഭവിക്കുന്നൊരു ആത്മീയ സന്തോഷമാണ്. ഇങ്ങനെ ആൾക്കാരെ കണ്ട് തിരക്കി പിടിച്ചൊക്കെ ഞാൻ ചെല്ലുമ്പോഴേ, എന്നിട്ട് ജയിച്ചൻ പറയും, ഇപ്പോഴേ എനിക്ക് തോന്നുന്നത്, അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇൻട്രോസ്പെക്ഷൻസ് ഒത്തിരി ഉണ്ട് അതിൻ്റെ അകത്ത്. ഇപ്പോൾ തോന്നുന്നത് ഞാൻ എത്തേണ്ടിടത്ത് എത്തിയെന്ന് എനിക്ക് തോന്നണമെന്ന്. എന്തോ ഒരു കണ്ടൻറ്റഡ് ആയിട്ടുള്ള, ഹീസ് സോ കണ്ടൻറ്റഡ്. അതായത് അത് ഒരു ഉടമ്പടി ജീവിതം ഒരു മനുഷ്യൻ നിന്ന്, എനിക്ക് പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഉടമ്പടി ആയിട്ട് ഇങ്ങനെ ഒരു സംഭവം, ഒരു ഇൻട്രോസ്പെക്റ്റീവായിട്ടുള്ള ഒരു അസസ്മെൻറ്റ് വരണത്. അദ്ദേഹം പറയണത്, എനിക്ക് തോന്നണത് അദ്ദേഹത്തിൻ്റെ ജീവിത രീതി തന്നെ മാറി. ഇപ്പം ഞായറാഴ്ച പണ്ട് ആദ്യം വൈഫിനെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചുകൊണ്ടിരുന്നത്. വൈഫിനെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ കൂടെ വന്നതേ ഉള്ളൂ. പക്ഷേ എന്നാ പറ്റിയെന്ന് വെച്ചാൽ വൈഫ് വളരെ കൃത്യമായിട്ട്, ഇവിടെ വിഷയമെന്ന് പറയുന്നത് 3 വിഷയങ്ങൾ ഉടമ്പടിയിലുള്ളത്. ഒന്ന്, അവർക്കൊരു സ്ഥാപനം തുടങ്ങണം. എന്ത്, ഇങ്ങനെ ഷെഫല്ലേ, അപ്പോൾ ഹോട്ടൽ പോലെ ഒരു സ്വന്തമായിട്ട് റെസ്റ്റോറൻറ്റ് തുടങ്ങണം, അതൊന്ന്. രണ്ടാമത്തെ, വൈഫ് നേഴ്സാണ്, അപ്പോൾ അവർക്ക് യൂറോപ്പിൽ എവിടെയെങ്കിലും ഒരു ജോലി കിട്ടണം. അതാണ് അവരുടെ രണ്ട് വിഷയങ്ങൾ. അതാണ് ഒരെണ്ണം ഞാൻ മറന്നുപോയി. 3 സബ്ജക്റ്റ് ഉണ്ട്, അതിൽ 2 ഇതാണ്. ഒന്ന്, വൈഫിൻ്റെ ഒരു ജോലി കിട്ടണം, പുള്ളിക്കൊരു സ്ഥാപനം തുടങ്ങണം. ഇതാണ് ഈ 2 വിഷയങ്ങൾ. അപ്പോൾ ഈ വിഷയത്തിൽ വൈഫിനെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചു. വൈഫാണെങ്കിൽ അത് വളരെ സുന്ദരമായ രീതിയിൽ കർക്കശമായിട്ടും കൃത്യമായിട്ടും ക്ലിപ്തമായിട്ടും ഈ വിഷയം ഉടമ്പടി അനുഷ്ഠിച്ച് ജീവിക്കുകയാണ്. കൂടെ വന്നതിൻ്റെ പേരിൽ എനിക്ക് വൈഫ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് പുള്ളിക്കാരൻ ഇങ്ങനെ എലൂഫായിട്ട് നിൽക്കുകയാണ്. അതിനോട് ഡയറക്റ്റ് ഇൻവോൾവ് അല്ല ആൾ, ഡയറക്റ്റ് അതിൻ്റെ അകത്ത് ഇൻവോൾവ് അല്ല. എന്നുവെച്ചാൽ അദ്ദേഹം എനിക്കുണ്ട് കുറ്റാലത്ത് എവിടെയോ ആ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. അതുകൊണ്ട് ഭയങ്കര ചിലവായ ഒരു ഞായറാഴ്ചയല്ല ടൂറിസ്റ്റിനകത്തിന് ആൾ വരണത്. അതുകൊണ്ട് പുള്ളിക്കാരൻ കട അടക്കത്തില്ല. തന്നെയല്ല 5 പള്ളികൾ ഈ സ്ഥലത്തുണ്ട്, പല സ്ഥലത്തായിട്ട് 5 സമയത്ത് കുർബാന ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ കുർബാനയ്ക്ക് പോകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ പുള്ളി പറയണത്, ഞാൻ അച്ഛൻ പള്ളി കുർബാനയ്ക്ക് കയറണം ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല, ഇറങ്ങണതും കണ്ടിട്ടില്ലെന്നും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞത് ഈ വായനയാകുമ്പോൾ പുള്ളിക്കാരൻ കയറി വരും. അച്ഛൻ കുർബാന സ്വീകരണത്തെ സമയമാകുമ്പോൾ പുള്ളി ഇറങ്ങിപ്പോകും, പ്രസംഗം കഴിയുമ്പോൾ പോകും. അപ്പോൾ വെച്ചാൽ ദൈവത്തിന് എന്തോ ഞാനിവിടെ ഉണ്ട്, ഈ പരിസരത്ത് തന്നെ ഞാനുണ്ട് എന്ന് ദൈവത്തിന് ഒരു അറ്റൻഡൻസ് കൊടുക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ ഒരു ദാരിദ്ര്യം പിടിച്ചൊരു ആധ്യാത്മിക ജീവിതമാണ്. അറ്റൻഡൻസ് കൊടുക്കാൻ വേണ്ടി വന്നതാണ്. ഞാൻ വിട്ടൊന്നും പോയിട്ടില്ല, ഞാൻ ഈ നാട്ടിൽ തന്നെ ഉണ്ട്. ദൈവത്തിനോട് പറയണതാണ്, ഞാൻ വിട്ടൊന്നും പോയിട്ടില്ല, ഞാൻ ഈ നാട്ടിൽ തന്നെ ഉണ്ട് എന്ന്. അതിൽ പകുതിയാകുമ്പോൾ കയറി വന്നിട്ട് കാൽഭാഗമാകുമ്പോൾ കയറി വരും, മുക്കാലാകുമ്പോൾ ആൾ തിരിച്ചു പോകും. അപ്പം അങ്ങനെ ഒരു ലൈഫാണ്. അപ്പം അങ്ങനെ ഒരു ലൈഫായപ്പോൾ എന്നാ പറ്റുക വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവരുടെ ഉടമ്പടിക്ക് ആശ്രയം കാണാതെ പോയി. അത് പക്ഷേ വല്ലാത്ത ഒരു കാണാതെ പോക്കലായിപ്പോയി. കാര്യം ഉടമ്പടിക്ക് ആശ്രയം പണ്ട് ജെയ്സൻ്റെ വൈഫിനാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. അവരൊരു പൊന്നുപോലെ ഇങ്ങനെ താലി പോലെ ഇങ്ങനെ നെഞ്ചിലിട്ടുകൊണ്ട് നടന്ന സംഭവമാണ്. പക്ഷേ അത് കാണാതെ പോയി. അവർ എറണാകുളത്ത് ഒരു സ്ഥലത്ത് പോയിട്ട് വന്നപ്പോൾ വീട്ടിൽ വന്ന് പിന്നെ ഒരു കടയിൽ പോയി കാപ്പി കുടിച്ചിട്ട് വീട്ടിൽ വന്നപ്പോൾ ഇത് കാണാനില്ല. വൈകുന്നേരം വൈഫാണെങ്കിൽ പ്രാന്ത് പിടിച്ച പോലെ. കാര്യം ഉടമ്പടിക്ക് ആശ്രയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, അതാണ് അതിൻ്റെ ഉടമ്പടി ആധാരമാണത്. പ്രമാണം പോയാൽ തീർച്ചയായിട്ടും ഉടമ്പടി ഞങ്ങളെ സംബന്ധിച്ച് നേരത്തെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഈസ് ഈക്വൽ ടു മിസ്സിങ് ദ കവനൻറ്റ്. പിന്നെ നിങ്ങൾ എന്ത് തലകുത്തി മറിഞ്ഞെന്ന് പറഞ്ഞാലും കൃപാസനം അംഗീകരിക്കത്തില്ല. എന്താ കാര്യം? ഉടമ്പടി പോയെന്ന് പറയും. കാര്യം ഉടമ്പടി ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ഉടമ്പടിക്ക് ആശ്രയമാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഈ പരിശുദ്ധ അമ്മ ആദ്യമേ തന്നത്, ഈ ഉടമ്പടിക്ക് ആശ്രയം മിസ്സായി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്നൊരു വിഷയമെന്ന് പറയണത് ആ ഉടമ്പടി തന്നെ. കാര്യം ഉടമ്പടിക്ക് ആശ്രയം സൂക്ഷിക്കാൻ പറ്റാത്ത ആളിന് ഉടമ്പടി പാലിക്കാൻ പറ്റത്തില്ലെന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന റീഡിങ്. അതെപ്പോഴും ഓർത്തേക്കണം. ഉടമ്പടിക്ക് ആശ്രയം നിങ്ങളുടെ കയ്യിൽ നിന്ന് മിസ്സായാൽ അതിൻ്റെ അർത്ഥം, എനിക്ക് അമ്മ എന്നോട് പറഞ്ഞിരിക്കുന്നത് അവളുടെ ഉടമ്പടിയിലല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉടമ്പടിയിലാണെങ്കിൽ ഒരിക്കലും മിസ്സാകത്തില്ല. ഞങ്ങൾ അതുകൊണ്ടാണ് ഒരിക്കലും ഉടമ്പടി, പണ്ട് ഞങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുമായിരുന്നു, ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കണില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പുതിയ എടുക്കുക, അല്ലെങ്കിൽ ചാപ്റ്റർ ക്ലോസ് ചെയ്യാൻ പറയും, വണ്ടി വിട്ട് പോയിക്കൊള്ളാൻ പറയും. 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നെങ്കിൽ ഉടമ്പടി കാശ് നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങൾക്ക് ഉടമ്പടി ജീവിക്കണമെന്നുണ്ടെങ്കിൽ പുതിയ ഉടമ്പടി എടുക്കണം, അല്ലെങ്കിൽ ഉടമ്പടി എന്നേക്കാൾ ബ്രേക്ക് ചെയ്തിട്ട് ആലപ്പുഴ വിട്ടു പോകാൻ പറയും. പിന്നെ ഈ ജന്മത്ത് ആലപ്പുഴ വരുമെന്ന് പറയും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ സീരിയസാണ്. കാര്യം ഉടമ്പടി ജീവൻ പണയം വെച്ച് ഉടമ്പടി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് ആത്മാർത്ഥമുണ്ടെങ്കിൽ ഉടമ്പടി ചെയ്യണമെങ്കിൽ ഉടമ്പടി കാശ് ഒരിക്കലും മിസ്സാകത്തില്ല. മിസ്സായാൽ മാതാവ് കാണിച്ചു തരും. അതാണ് രസം. ഭർത്താവ് നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാലും കാണാനില്ലെന്ന് പറഞ്ഞാലും അച്ഛൻ ആ കേസ് പിടിക്കും. എന്താ കാര്യത്തിൽ എൻ്റെ മനസ്സിൽ പറഞ്ഞാൽ അമ്മയ്ക്കറിയാമല്ലോ, അമ്മയല്ലേ ഏറ്റവും വലിയ സാറ്റലൈറ്റ് ക്യാമറ. അപ്പോൾ ഈ ആളെവിടെ ഉണ്ടെന്ന് അമ്മയ്ക്കറിയാമല്ലോ. അപ്പോൾ ഞാൻ പറയും,
ഫസ്റ്റ് ടൈം നിങ്ങൾ മെസ്സേജ് നിങ്ങൾ ഉടമ്പടി പോകും, നിങ്ങൾ സെക്കൻഡ് ടൈമിൽ വരുമ്പോൾ നമുക്ക് മെസ്സേജ് എടുക്കാം, ആളിവിടെ ഉണ്ടെന്ന് പറയാം എന്നൊക്കെ പറയും. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈമിൽ മെസ്സേജ് എടുത്തു കഴിഞ്ഞാലും ചില ആൾക്കാർ നന്നാകത്തില്ല. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അത്ര വലിയ ആനക്കാര്യമല്ല. പെട്ടെന്ന് കർത്താവിൻ്റെ നമുക്കൊരു നിങ്ങൾ ദൈവത്തിൻ്റെ ഉള്ളവരാണെങ്കിലേ അങ്ങനെ ഉണ്ട്. ഈ ദൈവത്തിനുള്ളവർ ഞങ്ങൾ എപ്പോഴും ശ്രമിക്കണം എന്താണെന്നറിയാമോ? നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകാൻ വേണ്ടിയാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. രണ്ട് തരം മനുഷ്യരുണ്ട്, ക്രിസ്തുവിനുള്ളവരും ഉണ്ട്, ക്രിസ്തുവിനില്ലാത്തവരും ഉണ്ട്. ഈ ഉള്ളവരോടാണ് പെട്ടെന്ന് ഈ ഉടമ്പടിയുടെ ഗുണം അറ്റാക്ക് വേടപ്പോൾ നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ സ്തുതിയുടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. മർക്കോസ് 9:41. മർക്കോസ് 9:41. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകയാൽ നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകയാൽ അവന്റെ നാമത്തിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഒരു പാത്രം വെള്ളം കുടിക്കാൻ തന്നാൽ അവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ ഇത് ഞങ്ങളെപ്പോഴും എനിക്കതിൻ്റെ ഗുഡൻസ് ഏറെക്കുറെ അറിയാവുന്നതുകൊണ്ട് ഞാൻ എപ്പോഴും ഉടമ്പടി ഭയങ്കര കാർക്കശ്യം കാണിക്കും. ഇവിടെയൊക്കെ ഭയങ്കര ബഹളമായിരിക്കും ചില സമയത്ത്. കുമ്പസാരമില്ല, കുർബാനയില്ല, എന്നിട്ട് കാര്യം കാണാൻ വേണ്ടി മാത്രം വയറ്റിപ്പഴപ്പിന് വേണ്ടി ദൈവത്തിനെ ദുർവിനിയോഗിക്കാൻ വരും. അതൊക്കെ ഭയങ്കര പടയിരിക്കും. പട കഴിഞ്ഞിട്ട് ഞാൻ പോകും. ഞാൻ പിന്നെ അടുത്ത കാര്യം ഈ അടുത്ത ആളിനെ അത് ബാധിക്കരുതില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് പോയി വരുന്ന പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വരും. കാര്യം ഈ സ്ഥാനത്തോട് നമുക്കൊന്നും നടക്കത്തില്ല. കാര്യം അവർ ദൈവത്തെ ദുർവിനിയോഗിക്കാൻ വേണ്ടി ഭൗതികമായ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി മാത്രം തന്നെയാണ്. അവർക്ക് ദൈവത്തെ വേണ്ട, ദൈവത്തിൻ്റെ ആനുകൂല്യങ്ങൾ മാത്രം മതി. അപ്പം അങ്ങനെ ഒരു വർഗ്ഗമുണ്ട്. ദൈവത്തെ അവർക്ക് വേണ്ട, പിന്നെന്ത് വേണം? ദൈവത്തിൻ്റെ ആനുകൂല്യം വേണം. അതാണ് വിഷയം. അവന് ഒരിക്കൽ ക്രിസ്തീയ വിശ്വാസം ഉപേക്ഷിച്ചവരൊന്നും ഞാൻ മോണിറ്റർ ചെയ്യത്തില്ല. കാര്യം ക്രിസ്തീയ വിശ്വാസം കർത്താവ് വിശുദ്ധമായ രക്തത്താൽ അവൻ്റെ രക്തം കൊടുത്ത് വീണ്ടെടുത്തിട്ട് ദൈവം സൗജന്യ ദാനമായിട്ട് നൽകിയതാണത്. ആരെങ്കിലും കണ്ണി കാണുന്നതിനെ കണ്ടപ്പോൾ തന്നെ ഈ വിശ്വാസം നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവൻ്റെ പുറകെ പോയിട്ട് നാളെ ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറഞ്ഞാൽ ഐ വിൽ നോട്ട് അലവ്. എന്താ അലവ്? അക്രൈസ്തവർ വരുമ്പോൾ ഞാൻ അക്സെപ്റ്റ് ചെയ്യും. പക്ഷേ വിശ്വാസം കിട്ടിയവൻ ഒരിക്കൽ ആ വിശ്വാസം ഏതെങ്കിലും മാംസമായ കാര്യം കുറച്ച് കൊള്ളാവുന്നൊരു മാംസത്തെ കണ്ടപ്പോൾ, കുറച്ച് കൊള്ളാവുന്ന ജോലിയുള്ളവരെ കണ്ടപ്പോൾ ക്രിസ്തീയ വിശ്വാസം നഷ്ടപ്പെടുത്തിയിട്ടുള്ള ആൾക്കാരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അൾത്താരയ്ക്കാൻ സമ്മതിക്കത്തില്ല. എന്താ കാര്യം? അവർക്ക് അനുതാപം ഉണ്ടാകണം. വേറെ ഒരു വഴി അവിടെ മുമ്പിലില്ല. അവർക്ക് ഈ വിഷയത്തെക്കുറിച്ച് തങ്ങൾ ആത്മാവിനും അവിടെ രക്തത്തിൽ പെടുന്ന കുഞ്ഞുങ്ങളെ വിശ്വാസം വളർത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അതിനുള്ള സാഹചര്യം ഒരുക്കാരൊക്കെ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ആധ്യാത്മികമായ ബാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ അവർ രക്ഷപ്പെടത്തില്ലെന്നും ഞാൻ പറയത്തില്ല. പക്ഷെ അവർക്ക് എന്ത് ചെയ്യണം? അവർക്ക് ഈ വിഷയത്തെക്കുറിച്ച് അനുതാപം ഉണ്ടാകണം. കാര്യം ഞാൻ ഒരിക്കൽ പ്രകാശം ലഭിച്ച ആളാണ്. ഞാനൊരിക്കൽ പ്രകാശം ലഭിച്ച ഒരാളാണ് ഞാൻ. ആ പ്രകാശത്തെ ഞാൻ നഷ്ടപ്പെടുത്തി. എന്താണ്? ഒരു ലൈൻ അടിച്ച് ലവ് അടിച്ച് അവരെ കണ്ടപ്പോൾ കർത്താവിനെ അവൻ മറന്നു. അപ്പോൾ നിങ്ങൾ പറയും, ഞാൻ കർത്താവിനൊന്നും മറന്നിട്ടില്ല, ഞാനിപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളറിയാമല്ലോ, നിങ്ങളുടെ രക്തത്തിൽ പെടുന്ന കുഞ്ഞിനെ, വിവാഹത്തിലുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ പുണ്യപൂർണ്ണം വളർത്താൻ വേണ്ടിയാണ് വിവാഹം സഭയിൽ സ്ഥാപിച്ചിരിക്കുന്നത്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വിശ്വാസം വളർത്താൻ പറ്റാത്തൊരു സാഹചര്യമാണ് മുന്നിൽ കണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീരുമാനം എടുക്കണം. ഒന്നുകിൽ നിത്യത അല്ലെങ്കിൽ അനുദിന ജീവിതം. നിങ്ങൾ അനുദിന ജീവിതത്തിന് നിത്യതയ്ക്കുള്ള പ്രാധാന്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ യേശു ക്രിസ്തു മുമ്പിൽ വരാൻ നിങ്ങൾക്ക് എന്താണ് കാരുണ്യം? പിന്നെ വയറ്റിപ്പഴപ്പിനോ? അത് നിങ്ങൾ വാങ്ങിച്ചോണ്ട് പോയിക്കോളൂ. അതുകൊണ്ട് ഐ വിൽ നോട്ട് അലവ്. അതെപ്പോഴും ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ ഈ വിഷയത്തെക്കുറിച്ച് കർത്താവ് നൽകിയ ചൈതന്യം, കർത്താവ് നൽകിയിട്ടുള്ള വിശ്വാസം പാരമ്പര്യമായിട്ട് കിട്ടിയാലും ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യം കൊണ്ടല്ല കിട്ടിയത്. അപ്പോൾ കുറച്ചുകൂടി അതിനോട് നമ്മൾ കഷ്ടപ്പെട്ടിട്ടല്ല, നമുക്ക് സൗജന്യമായിട്ട് ദൈവം ദാനം തന്നിട്ടുണ്ടെങ്കിൽ, ക്രൈസ്തവ മാതാപിതാക്കന്മാരെന്ന നിലയിൽ അവരിൽ നമ്മൾ ജനിച്ചതുകൊണ്ട് നമുക്ക് വിശ്വാസം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ വിശ്വാസത്തിന് നമ്മൾ കഷ്ടപ്പെട്ട് നേടിച്ച വിശ്വാസത്തെക്കാൾ വിലയുള്ളതാണ്. എന്താ കാരണം? ദൈവം അത് നമുക്ക് സൗജന്യ ദാനമായി തന്നിട്ടുണ്ടെങ്കിൽ ആ സൗജന്യ ദാനത്തിന് ദൈവത്തിൻ്റെ 100% ദൈവത്തിൻ്റെ കൃപയാണ്. എൻ്റെ വിശ്വാസം ഒന്ന് മനസ്സിലാക്കിയാൽ ആ വിശ്വാസത്തിന് മാനിച്ചുകൊണ്ട് ജീവിക്കാൻ ഞാൻ ബാധ്യതയുള്ളവരാണ്. അഥവാ എനിക്കത് ബാധ്യതയില്ല എങ്കിൽ, ഞാൻ ഇട്ടെറിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എറിഞ്ഞു കളഞ്ഞിരിക്കണം നിങ്ങളുടെ നിത്യതയും നിങ്ങളുടെ ആത്മാവിനുമാണെന്നുള്ള ബോധ്യം ഉണ്ടാകണം. അതേക്കുറിച്ച് നിങ്ങൾ അനുതപിക്കണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവകൃപ ഏർപ്പെട്ടിരിക്കുന്ന